സന്തോഷമായിട്ട് ജീവിക്കണം എന്നാണ് അല്ലെ. അൾട്ടിമേറ്റ്ലി കോടിക്കണക്കിന് രൂപയുണ്ട്, പക്ഷെ സന്തോഷമില്ല. അല്ലെങ്കിൽ ഒരുപാട് ശക്തിയുണ്ട്, ഒരുപാട് അനുയായികളുണ്ട്, രാജ്യമുണ്ട്, സാമ്രാജ്യമുണ്ട്, പക്ഷെ സന്തോഷമില്ല ജീവിതത്തിൽ, കാര്യമില്ല. അതേ സമയത്ത് ഇതൊന്നുമില്ല, പക്ഷെ അതേ സമയത്ത് വളരെ സന്തോഷത്തിൽ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ ആ ആളാണ് ഭാഗ്യവാൻ എന്ന് പറയും. അന്തിമമായിട്ട് നമ്മളെല്ലാം ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് സന്തോഷത്തോടെ ജീവിക്കാനാണ്. സന്തോഷമല്ല, ശരിക്കും 3 തലമുണ്ട്: സന്തോഷം, ശാന്തി, ആനന്ദം. 3 തലത്തിലാണ്. അത് താങ്ക്സ് ടു അവർ ജഗസാക്ഷി പ്രഭു. അദ്ദേഹം ദുബായിൽ ഒരു പ്രാവശ്യം അപ്പോഴാണ് ഞാൻ അത് മനസ്സിലാക്കിയത്, 2010. നമ്മൾ പലപ്പോഴും പല മഹത് വ്യക്തികളുടെ പ്രസംഗത്തിലൂടെ പലതും നമ്മൾ പഠിക്കും. അപ്പൊ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സന്തോഷം? ശരീരത്തിന്റെ തുഷ്ടി. വിശന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ വേണ്ട, വിശപ്പ് പോട്ടെ, ദാഹം, നല്ലോണം വേർത്ത് കുളിച്ച് ഓടി വന്ന് വെള്ളം കിട്ടിയാൽ തിരക്കില്ല. വെള്ളം എവിടെയും നോക്കിയിട്ട് കിട്ടുന്നില്ല. ഓ, സാധനം കിട്ടി, കുറച്ച് വെള്ളം കിട്ടി കുടിക്കാൻ. വെള്ളം കുടിച്ചു കഴിയുമ്പോൾ ദാഹശമനം. അതാണ് ഏറ്റവും ശാരീരിക തലത്തിലുള്ള തുഷ്ടി. അതിന് സന്തോഷം എന്ന് പറയും. ശരീരം വിശന്നിരിക്കുന്ന ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും കിട്ടിയിട്ടില്ല, പാവം. ആ വിശന്നിരിക്കുന്ന സമയത്ത് അവസാനം ഒരാൾ കുറച്ച് ഭക്ഷണം കൊണ്ടേ കൊടുത്തു, ഇതാ കഴിച്ചോളൂ. ആ വിശന്ന വയറിൽ ഭക്ഷണം ചെല്ലുമ്പോൾ ആ ഒരു ശരീരത്തിന്റെ തുഷ്ടി, അതാണ് സന്തോഷം. പിന്നെ അടുത്തതാണ് മനസ്സ്. ശരീരത്തിന്റെ 5 ഇന്ദ്രിയങ്ങളിലും കുറച്ചുകൂടി മുകളിലാണ് മനസ്സ് നിൽക്കുന്നത്. മനസ്സിന്റെ തുഷ്ടിയാണ് ശാന്തി. പരീക്ഷ, ഇപ്പൊ കുട്ടികളുടെ പരീക്ഷാക്കാലാണ് അല്ലേ? പരീക്ഷാക്കാലല്ലേ? മാമ്പഴക്കാലം എന്നൊക്കെ പറഞ്ഞ പോലെ പരീക്ഷാക്കാലം. പരീക്ഷാക്കാലം തന്നെയാണ് നല്ല ചൂട്. ഈ പുട്ടുണ്ടാക്കുന്ന പോലെയാണ് അത്ര നമ്മളുടെ പരീക്ഷാ സംവിധാനം. ആദ്യം ഒരു ചില്ലിട്ടു, അടിയിൽ വെള്ളം തിളപ്പിക്കുകയാണ്. എന്നിട്ട് പുട്ടുകുറ്റീൻ്റെ താഴെ ചില്ലിട്ടതിന് ശേഷം അതില് തേങ്ങാ പീരയിട്ട്, പിന്നെ അതിന്റെ മേലെ അരിപ്പൊടി, പിന്നെ തേങ്ങാപ്പീര, പിന്നെ അരിപ്പൊടി, തേങ്ങാപ്പീര, താഴെ നല്ല ചൂടിങ്ങനെ വരുമ്പം മീനമാസത്തിലെ ചൂടിൽ എല്ലാത്തിനും ഉന്തി പുറത്താക്കുക. അതാണ് പരീക്ഷ. ആവി വരും. അപ്പൊ പുട്ടുണ്ടാക്കുന്ന പോലെയാണ് നമ്മുടെ പരീക്ഷാ സംവിധാനം എന്നാ പറയുന്നത്. മീനമാസത്തിൽ നല്ല ചൂടിലാണ്, പുന്തി എല്ലാവരെയും പുറത്ത് അടുത്ത ക്ലാസ്സിലേക്ക്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോ ഈ ശാന്തി എന്ന് പറയുമ്പോൾ ഈ പരീക്ഷ എന്നാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. പരീക്ഷ റിസൾട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. ഏകദേശം നമുക്കറിയാം എന്തായാലും പാസ്സാവുന്നു, പക്ഷെ റിസൾട്ടിന്റെ അവിടെ ലിസ്റ്റിൽ പേരുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ഒരു ചെറിയ ക്ലാസ്സിന്റെ പരീക്ഷ അത്രയും തോന്നില്ല. കാരണം ഒരുമാതിരി എല്ലാ കുട്ടികളെയും പാസ്സാക്കി വിടും. പണ്ട് കാലത്തായിരുന്നു ഈ ക്ലാസ്സുകളിൽ 10ാം ക്ലാസ് വരെയും തോറ്റിരിക്കേണ്ട ഒരു ഗതികേടുണ്ടായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുറച്ച് നമ്മളെ അനുഭവങ്ങൾ കൂടി പറയാമല്ലോ. ഷൊർണൂർ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 15 വയസ്സുള്ള എനിക്ക് 15 ആയിട്ടില്ല, 10 ആവുമ്പോഴേക്ക് 15 ആവുള്ളൂ. പക്ഷെ എന്റെ കൂടെ ഇരിക്കുന്ന പിൻപേജിലൊക്കെ ഇരിക്കുന്ന വ്യക്തികൾ 22 വയസ്സ്, 23 വയസ്സ്. കാരണം ഇവരൊക്കെ തോറ്റ് 1ലും 2ലും നിരന്തരം പഠിച്ച് വന്നിട്ടുള്ള വ്യക്തികളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ചാക്കീരി അഹമ്മദ് എന്ന് പറഞ്ഞൊരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കാലത്ത് വിദ്യാഭ്യാസ വകുപ്പ് അതേപോലെ തന്നെ മന്ത്രിസഭ തീരുമാനിച്ചു ഇതിനൊരു പരിഹാരം കാണണം. നിരന്തരം പഠിച്ച് സ്കൂളിൽ ഇരിക്കുന്ന കുട്ടികളെയൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് മോചിപ്പിക്കണം, ലിബറേറ്റ് ദം. അങ്ങനെ തീരുമാനിച്ചു. ഇനി മുതൽ 10ാം ക്ലാസ് വരെ ആർക്കും ജയവും തോൽവിയോ എന്നില്ല, എല്ലാവരും അടുത്ത ക്ലാസ്സിലേക്ക് പറഞ്ഞേക്കും. അങ്ങനെ ഞാൻ 10ലെത്തിയപ്പോൾ അങ്ങനെ വന്ന എല്ലാ വ്യക്തികളും 10ാം ക്ലാസ്സിൽ എത്തിയ വർഷമായിരുന്നു. ഓരോക്കോടും 8ാം ക്ലാസ് കഴിഞ്ഞിട്ട് 9ഉം 10ഉമാണ് ഷൊർണൂരിൽ പഠിക്കാൻ ചെന്നത്. അപ്പൊ ആ സമയത്ത് പല വ്യക്തികൾ ഇങ്ങനെ, ചിലരവിടെ വീട്ടിലെ നെല്ലിന്റെയും കൃഷിന്റെയും കണക്കെഴുതുന്നുണ്ടാവും. ഏറ്റവും വിഷമം എന്താ വെച്ചാൽ കൊല്ലം അവസാനം പരീക്ഷ ഒരു ജനുവരി ഫെബ്രുവരി കഴിഞ്ഞാൽ നമ്മുടെ നോട്ട്ബുക്ക് ഒന്നും റെഗുലർ നോട്ട്ബുക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പാടില്ല. അതാരും കടിച്ചോണ്ട് പോകും, ഉറപ്പാണ്. കാരണം ഇവരുടെ ധാരണ എന്താ വെച്ചാൽ ഇത്രയും കാലം ഞങ്ങൾ നോട്ട്സ് ഒന്നും എഴുതിയിട്ടില്ല, നല്ലോണം പഠിക്കുന്ന ആരെങ്കിലും നോട്ട്സ് അടിച്ച് മാറ്റിയാൽ പരീക്ഷ പാസ്സാവണം. 10ാം ക്ലാസ് എന്തായാലും എഴുതി പാസ്സാവണം, അത് നിവൃത്തിയില്ല. അപ്പൊ ഇവരെയൊക്കെ സ്കൂളിൽ നിന്ന് തള്ളി പുറത്താക്കുക എന്നുള്ളതായിരുന്നു ചാക്കീരി അഹമ്മദ് കുട്ടിയുടെയും മന്ത്രിസഭയുടെ തീരുമാനം. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് പോയി. കുറച്ചൊരു വിഷമം പിടിച്ചു തന്നെയായിരുന്നു. നോട്ട് പുസ്തകങ്ങളും കൊണ്ടുപോകാൻ പറ്റില്ല. ലാസ്റ്റ് ഒരു ഫെബ്രുവരി മാസം ആകുമ്പോഴത്തേക്ക്, ജനുവരി ആകുമ്പോഴേക്കും മോഷണം തുടങ്ങും. എൻ്റെ ഒരു ബുക്ക് പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായ സംഭവം ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. എനിവേ, അപ്പൊ ഈ പരീക്ഷ റിസൾട്ട് വരുമ്പോൾ ഇപ്പോ റാങ്ക് പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടി, നമ്മൾ അവിടുന്ന് തുടങ്ങാം. ഫസ്റ്റ് റാങ്ക് പ്രതീക്ഷിക്കുന്ന കുട്ടി ലിസ്റ്റ് നോക്കും. പത്രപ്രവർത്തകർ ആരും വിളിക്കുന്നില്ല, അല്ലെങ്കിൽ വിളിച്ചു, ഏയ് ഫസ്റ്റ് റാങ്ക് ഉണ്ട് കേട്ടോ, ഒരു ആശ്വാസം.
അതേസമയം ഫസ്റ്റ് ക്ലാസ് പ്രതീക്ഷിക്കുന്ന കുട്ടി ഓ ഫസ്റ്റ് ക്ലാസ് തന്നെ ഉണ്ട് കേട്ടോ, സമാധാനം, അത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ. പ്രതീക്ഷക്കനുസരിച്ച് നമ്മുടെ പ്രതീക്ഷക്കനുസരിച്ച് സംഭവം നടക്കുമ്പോൾ മനസ്സിനൊരു തുഷ്ടി. അതേസമയം തോറ്റ് തുന്നമ്പാടെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കുട്ടി എന്റെ പേര് ലിസ്റ്റിലുണ്ട്, ഓ സന്തോഷം കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ. ഹാപ്പി ജ്യൂസിന്റെ പരസ്യം പോലെ ഹാപ്പി, നമ്മളെ ഹാപ്പി ജാം ഉണ്ടല്ലോ അതേപോലെ. അപ്പൊ അതാണ് മനസ്സിന്റെ തുഷ്ടിയാണ്. അടുത്തത് ശാന്തി, ശാന്തി കിട്ടുന്നു. ഞാൻ എപ്പോഴും ഉദാഹരണം പറയാം, CA കുട്ടികളെന്ന് പറയാറുള്ളത്, നിങ്ങളുടെ CA പരീക്ഷ റിസൾട്ട് വരുമ്പോ പാസ്സായി എന്ന് കാണുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. അതാണ് ശരിക്കുള്ള ശാന്തി. ആ സമയത്ത് മനസ്സിന് ശാന്തിയായിട്ട് കിടന്നുറങ്ങാം, തലേദിവസം ഉറപ്പുണ്ടാകും. അപ്പൊ CA പരീക്ഷ അങ്ങനെയാണ് 3% പാസ്സാക്കി വിടുന്നത്. ഓൾ ഇന്ത്യ 3%, 4%. മറ്റു പരീക്ഷകളെ പോലെയല്ല, കുറച്ച് കടുപ്പിച്ചിട്ടാണ്. പിന്നെ ഹരേ കൃഷ്ണ. പിന്നെ ഉള്ളതാണ് നമ്മളുടെ തലത്തിലുള്ള തുഷ്ടി. നമ്മൾ ആരാ? ഞാൻ പലപ്പോഴും CA സ്റ്റുഡൻസിന് ഇപ്പൊ ഏകദേശം 1000-ഓളം കുട്ടികൾക്ക് 50ന്റെ ബാച്ച് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ആരാണ്? ഹു ആം ഐ? എന്താ മറുപടി? ആത്മാവ്. അതിൽ ഏകദേശം ഈ 1000-ഓളം കുട്ടികളിൽ ഒരു 4 പേരാണ് 5 പേരാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആത്മാവാണ്, ഐ ആം സോൾ. ബാക്കി എല്ലാവരും പല തരത്തിലുള്ള ബഹുരസകരമായിട്ടുള്ള മറുപടികളെ കിട്ടും. ഐ ആം ഹു ഐ ആം. പിന്നെ ചിലർ പറയും ഐ ആം എ ഹ്യൂമൻ ബീങ്. അതാണ് ഏറ്റവും അധികം കിട്ടുക, ഐ ആം എ ഹ്യൂമൻ ബീങ്. 1-2 പേര് ഐ ആം സ്റ്റിൽ സെർച്ചിങ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പരതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചിലര് പേര് തരും, ഐ ആം സോ ആൻഡ് സോ, ഐ ആം രഘുനന്ദൻ. പിന്നെ ചിലര് ഐ ആം CA സ്റ്റുഡന്റ്. പിന്നെ ചില മറുപടി വന്നിരുന്നത് റിലീജിയൻ. ചിലർ 1-2 പേര് ഐ ആം മുസ്ലിം എഴുതിയവരുണ്ടായിരുന്നു. ഇതുവരെ എനിക്ക് ഐ ആം ഹിന്ദു എന്നോ ഐ ആം ക്രിസ്ത്യൻ എന്നോ കിട്ടിയിട്ടില്ല. പിന്നെ ഐ ആം ഗോഡ്സ് ബെസ്റ്റ് ക്രിയേഷൻ, അങ്ങനെയുള്ളതുണ്ടായിരുന്നു. പിന്നെ ഐ ആം എ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ടു മൈ പേരൻസ്. അങ്ങനെ ബഹുരസാണ്, കളക്ഷൻ ഓഫ് ആൻസേഴ്സ് ആണ്. എത്ര രസമാണെന്ന് അറിയാം. അതിൽ 5 കുട്ടികൾ തന്നിട്ട് ഞാൻ ജീവാത്മാവാണ്. അപ്പൊ നമുക്ക് ആ ജീവാത്മാവിന്റെ തുഷ്ടി, അതാണ് ആനന്ദാവസ്ഥ. ജീവാത്മാവിന് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും റിസൾട്ട് സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിലും ഒരുപക്ഷെ ഒരു ആത്മാവ് നല്ല തുഷ്ടിയിലായിരിക്കും. അതിന് ഉദാഹരണങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് നമ്മളെ ഈ ചെറിയ തൃശ്ശൂർ ജില്ലയിൽ തന്നെ. ഉദാഹരണത്തിന് ഒരു ഉദാഹരണം നിങ്ങൾ പറയൂ. വളരെ പ്രശസ്തനായിട്ടൊരു ഉദാഹരണമുണ്ട്. എപ്പോഴും ആനന്ദത്തിലായിരുന്നു അദ്ദേഹം. തൃശ്ശൂർ ജില്ലയിലുള്ള വളരെ പ്രമുഖനായിട്ടുള്ള, ഇപ്പൊ ജീവിച്ചിരിക്കുന്നല്ല കേട്ടോ, വളരെ പണ്ട് കുഞ്ഞുണ്ണി മാഷിന്റെ അനുഭവം അല്ല, ഒരു കൃഷ്ണഭക്തനാണ്, പ്രശസ്തനായിട്ടുള്ള കൃഷ്ണഭക്തനാണ്. ഏകദേശം ഒരു ഗ്ലൂ തരാൻ ഒരു 300 വർഷം മുമ്പേ തന്നെ, ഒരു 300 മുമ്പേ ഉള്ള വർഷങ്ങളിലാണ്. പൂന്താനം സ്വന്തം മകൻ മരിച്ചിട്ട് പോലും അറിഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ്. അറിയാലോ ആ ജ്ഞാനപ്പാലിൽ അവസാനിക്കുന്ന വരികയാണ്. ഉണ്ണിയുടെ മേലെ അറിയാതെ ഉണ്ണിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വന്ന ആത്തോലമ്മമാര്, നമ്പൂരി സ്ത്രീകൾ ആത്തോലമ്മമാരെന്നാ പറയാം. അവര് വന്നപ്പോ അവരുടെ തുണിയുടെ ഭാണ്ഡങ്ങൾ ഈ ഉണ്ണിയുടെ മേലെ കൊണ്ടിട്ടു. ആലോചിച്ച് നോക്കൂ. ആ കുട്ടിയുടെ പിറന്നാളിന്റെ അന്ന് തന്നെ ആ കുട്ടിയുടെ അവസാനമായി. പക്ഷെ അദ്ദേഹം അവസാനം പറയുന്നത് എന്താണ്? ആർക്കെങ്കിലും അറിയാം വരി? അപ്പൊ ശരിക്കും ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് നടത്തി നോക്കിയാൽ ആ വ്യക്തി ഒന്നിലും അദ്ദേഹത്തിന് ഒരു മനസ്താപോ ഒന്നുമില്ല. ഭക്ഷണം കിട്ടിയാലും ശരി, ഇല്ലെങ്കിൽ ശരി, ശരീരത്തിന്റെയും മുകളില് മനസ്സിന്റെയും മുകളില് എപ്പോഴും ആത്മാവിൽ ആനന്ദിച്ചിരുന്ന ആത്മാരാമനായിരുന്നു അദ്ദേഹം. അത് എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ട് ഇങ്ങനെ നടക്കും. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ. അപ്പോ എങ്ങനെ നമുക്ക് ആ ആനന്ദ അവസ്ഥയിലേക്ക് എത്താം എന്നുള്ളതും കൂടിയാണ് ഇതിൽ കാണിക്കുന്നത്. പക്ഷെ ഇത് ഞാൻ അങ്ങനെ അങ്ങോട്ടേക്ക് അഡ്വാൻസ് ഫിലോസഫിയിലേക്ക് എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസിന്റെ മുമ്പിലൊക്കെ പോകുമ്പോൾ പറയാറില്ല. കാരണം പലരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. അത് തന്നെ ഞാൻ മനസ്സിലാക്കിയത്, ഈ ഇളം പ്രായത്തിലുള്ള കുട്ടികളെ മനസ്സിലാക്കാൻ കുറെ കൂടി എളുപ്പമാണ്. അവരെ ഫോർമാറ്റീവ് ഏജാണ്. അപ്പൊ അവർ കുറച്ചുകൂടി ഓപ്പൺ മൈൻഡ് എന്ന് പറയും. അവർ കുറച്ചും കൂടി തുറന്ന മനസ്സാണ്. അവര് കളങ്കവും കുറവാണ്. നമ്മൾ എല്ലാ അവസ്ഥയിൽ നിന്ന് വന്നവരാണ്. വലുതാകും തോറും നമ്മൾ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കണ്ടീഷൻ എന്ന് പറയും. എന്താ കണ്ടീഷൻ എന്നുള്ള മലയാളം പറയാൻ പോകും? നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ രൂപപ്പെടുത്തിയെടുക്കും. അപ്പോ ഒരു നല്ല കുട്ടി ഒരു കള്ളന്റെ ഗ്രാമത്തിൽ, അങ്ങനെ ഒരു ഗ്രാമമുണ്ട് അറിയോ? തമിഴ്നാട്ടിലൊരു ഗ്രാമമുണ്ട്, കള്ളന്മാർക്ക് മാത്രമായിട്ടൊരു ഗ്രാമം.
പേപ്പറിലുണ്ടായിരുന്നു. ആ, തിരുട്ട് ഗ്രാമം. അവിടെ നന്നായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ അടി കിട്ടും അച്ഛനന്മാരെന്ന കുട്ടികൾക്ക്. അവരെ കക്കാൻ വേണ്ടി വേറെ തന്നെ അയക്കുകയാണ്. അതേപോലെ തന്നെ വേറൊരു കള്ളന്മാരുടെ ഗ്രാമം ബംഗ്ലാദേശിലുണ്ട്. അത് ഗൾഫ് ന്യൂസിലാണ് അതങ്ങനെ പണ്ട് വായിച്ചത്. അപ്പൊ അങ്ങനെ പലതരത്തിൽ. അപ്പൊ കള്ളന്മാരുടെ നടുക്ക് ഒരു നല്ലൊരു സദ്ഗുണസമ്പന്നനായ ഒരു കുട്ടി അവിടെ ജനിച്ചു പോയാൽ ആ കുട്ടിക്ക് കള്ളനാകാതെ നിവൃത്തിയില്ല. അവനെ രൂപപ്പെടുത്തി എടുക്കും. അതുപോലെ അതേപോലെ കള്ളന്മാരുടെ ഗ്രാമത്തിൽ ജനിച്ച ഒരു കുട്ടി വളരെ ഉത്തമരായിട്ടുള്ള വിഷ്ണു ഭക്തന്മാരുടെ നല്ല ശുദ്ധ ഭക്തരായിട്ടുള്ള സത്യസന്ധരായിട്ടുള്ള അവരുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് വേറെ ഒരു നിർവാഹവുമില്ല, സത്യസന്ധനും ഭക്തനും ആവാനേ സാധിക്കുള്ളൂ. ഒരു 100% ആയിട്ടില്ലെങ്കിലും ഒരു 70% ആയിരിക്കും. കാരണം ആ സാഹചര്യം അങ്ങനെ രൂപപ്പെടുത്തിയത്. അപ്പൊ നമുക്ക് ഇത് ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്ട്സ്. അപ്പൊ കുട്ടികളെ നമുക്ക് ഒരുപാട് രൂപപ്പെടുത്തിയെടുക്കാം. അതാണ് യങ് ജനറേഷന് ഇസ്കോണിൽ തന്നെ ഒരുപാടുണ്ട്, യൂത്ത് ക്ലാസ്സസ് ഒക്കെ. ഇപ്പോ സാഹചര്യങ്ങള് ചെറുപ്രായക്കാരെ പെട്ടെന്ന് തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളാണ് കൂടുതലുള്ളത്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അവസരങ്ങൾ കുറവായിരുന്നു. ആകെയുള്ളത് ഒരു പുറം ലോകമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു ട്രാൻസിസ്റ്ററാണ്. ടെലിവിഷൻ ഇല്ല, ഇന്റർനെറ്റ് ഇല്ല, മൊബൈൽ ഫോണില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഒരുപാട് വായിക്കാൻ സമയം കിട്ടിയിരുന്നു. ഇപ്പോഴാണെങ്കിൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ടെൻഡൻസി വന്ന ന്യൂസ് ഒന്ന് നോക്കാം. കാരണം ഞാൻ ന്യൂസ് നോക്കിയില്ലെങ്കിൽ ലോകം ഇടിഞ്ഞു വീഴും. ഉത്തരം താങ്ങുന്ന പല്ലിയാണ് ഞാനിതൊന്നും കണ്ടില്ലെങ്കിൽ ലോകം നാളെ ഇല്ലെങ്കിലോ, ഉൽക്ക വല്ലതും വീണാലോ. കഴിഞ്ഞ ആഴ്ച ഉണ്ടായി 2 ദിവസം മുമ്പ് എറണാകുളത്ത് ഉൽക്ക വീണു. ആകാശ തീകോളം, പരിഭ്രാന്തി, വീടുകളൊക്കെ കുലുങ്ങി. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഞെട്ടി ഉറച്ച് നടക്കുകയാണ്. പക്ഷെ അതേ സമയത്ത് ഈ ഗ്രഹങ്ങളെ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരെണ്ണം പോലും കൂട്ടിയിടിച്ചതായിട്ട് എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഭൂമിയും ചന്ദ്രനും കൂടി കൂട്ടിയിടിക്കാൻ പോകുന്നു ഇല്ല. സൂര്യനും എന്താ പറയുന്നത്, സൂര്യന്റെ ചുറ്റും എത്രയോ ഗ്രഹങ്ങളുണ്ടല്ലോ. വ്യാഴം അതിന്റെ ഭ്രമണപഥം തെറ്റി, സിഗ്നൽ തെറ്റി വന്ന് ഭൂമിയിലേക്ക് ഇടിക്കാൻ വരുന്നു. അല്ല, അങ്ങനൊന്നും ഉണ്ടായി. ഇതെല്ലാം കൃത്യമായി അതിന്റെ ഭ്രമണപഥത്തിൽ നിർത്തി. അതും എത്ര ഭാരമുള്ള ഗ്രഹങ്ങളാണെന്ന് ആലോചിക്കണം. ഇതിനെല്ലാം തെറ്റാതെ അതിൻ്റെതായ ഭ്രമണപഥത്തിൽ നിർത്തിക്കൊണ്ട് വേണ്ട മാതിരി തന്നെ കാലാവസ്ഥ, ഓരോ ഗ്രഹത്തിലും വേണ്ട ജീവികൾക്കുള്ള ഭക്ഷണം എല്ലാം സമയാസമയം എത്തിക്കുന്ന ആ ഭഗവാനെ പറ്റി എത്ര വാർത്താ മാധ്യമങ്ങളിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് പറഞ്ഞാൽ ഉടനെ വർഗീയതയാവും, ഉടനെ വർഗീയതയിലേക്ക് പോകും. മതേതരത്വം തകർന്ന് താഴെ വീഴും. മതസഹിഷ്ണുത, മതേതരത്വം. അപ്പോ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഹിന്ദുക്കളുടെ മാത്രം ദൈവമല്ല, മനുഷ്യന്റെ മുഴുവൻ ദൈവമാണ്. അതൊക്കെ മനസ്സിലാക്കണം. പിന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞതെല്ലാം മനുഷ്യർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ അതിന്റെ പ്രാധാന്യം എന്നും നിലനിൽക്കും. അപ്പൊ അതിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപ് ധർമ്മത്തിന്റെ 4 തൂണ്. എന്താ കാരണം? മനുഷ്യർക്ക് എല്ലാം വേണ്ടിയിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയാൻ കാരണം, ഭഗവാൻ ശ്രീകൃഷ്ണൻ ധർമ്മം സംസ്ഥാപിക്കാനാണ് വീണ്ടും അവതരിക്കുന്നത്. അപ്പോ ധർമ്മത്തിന്റെ 4 തൂണ് എന്തൊക്കെയാണ്? ധർമ്മത്തിന്റെ 4 തൂണ് കുട്ടികളെന്ന് പറഞ്ഞാൽ തിരക്കേടില്ല. ധർമ്മത്തിന്റെ 4 തൂണ് എന്തൊക്കെയാണ്? തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. അങ്ങനെ പറയരുത് കേട്ടോ. എന്താ ധർമ്മത്തിന്റെ 4 തൂണ്? വടക്ക്, കിഴക്ക്. കിട്ടി 2 പിന്നെ ഓക്കെ. ധർമ്മത്തിന്റെ 4 തൂണുകൾ എന്തൊക്കെയാ? സത്യം, ദയ, പ്രഭു പറയാൻ പാടില്ല. സന്തോഷം. സന്തോഷം 4ാമത്തെ തൂണ് ധർമ്മത്തിന്റെ. സാറില്ല, പറഞ്ഞോളൂ. തെറ്റാലും ശരിയാലും പറഞ്ഞോളൂ. അപ്പോഴേ നിങ്ങൾ ചിന്തിക്കുള്ളൂ, അയ്യോ ഞാനത് തെറ്റി പറഞ്ഞല്ലോ, ശരിയായിട്ട് ഉത്തരം എന്താണെന്ന് അപ്പോഴേ ആലോചിക്കുള്ളൂ. കബീറിന്റെ പഴയൊരു ദോഹയുണ്ട്, കേട്ടിട്ടുണ്ടോ? ശിശുവിനെ ദുനിയാ മേ ആക്കർ रो रो कर हंसना सीखा, गिर गिर कर चलना सीखा. ഒരു കുട്ടി ജനിച്ച് ഭൂമിയിൽ വന്നപ്പോ കരഞ്ഞിട്ടാണ് അത്ര ചിരിക്കാൻ പഠിച്ചത്. അതേപോലെ തന്നെ വീണിട്ടാണ് നടക്കാൻ പഠിച്ചത്. ശിശുവിനെ ദുനിയാ മേ ആക്കർ റോ റോ കർ ഹസ്നാ സീഖ, കരഞ്ഞിട്ടാണ് ചിരിക്കാൻ പഠിച്ചത്. അതുപോലെ തന്നെ വീണതിന് ശേഷമാണ് നടക്കാൻ പഠിച്ചത്. ഇപ്പൊ ഞങ്ങൾ കുട്ടിക്കാലത്ത് ഹിന്ദിയിൽ പഠിച്ച ദോഹയാണ്. ഇപ്പോ വിദ്യാഭ്യാസ സംവിധാനത്തില് ഒരു വലിയ മൗണ്ടനിയറിങ്ങിന് പോണ പോലെ ഒരുപാട് ടണ്ണ് കണക്കിന് ബുക്കും എടുത്തിട്ട് പോകണം. പക്ഷെ പഠിച്ചത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം പഠിച്ചത് ഈ വർഷം പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേര് ഉത്തരം പറഞ്ഞത് എനിക്കൊന്ന് കാണണം. പക്ഷെ നമുക്ക് അന്ന് ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ലേ പഠിക്കാൻ, കുറച്ച് ബുക്സേ ഉണ്ടാവുള്ളൂ. ചോറ്റുപാത്രം അടക്കം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ.
അതെല്ലാം കൂടി ഏറ്റിപ്പിടിച്ച് പോയി. അവിടെ ഇരിക്കുന്ന പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരുപക്ഷെ പറയാൻ സാധിച്ചെന്ന് വരും. അതിലും ഗംഭീരായിരുന്നു ഞങ്ങളുടെ ഒരു തലമുറ മുമ്പത്തെ. അവർക്ക് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് പഠിച്ചത് എന്നും അവർക്ക് പറയാൻ സാധിക്കുമായിരുന്നു. ഇപ്പൊ ഒരു ടണ്ണ് പുസ്തകം കൊടുത്തിട്ടാണ് കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത്. എന്തിനാണ് അങ്ങനെ ഉപദ്രവിക്കണം എന്നറിയില്ല. പക്ഷെ പഠിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഈ പറഞ്ഞമാതിരി ഒറ്റ മിനിറ്റ് ആ രണ്ടുപേരും ഒന്ന് മാറ്റിയിരുത്തിയാൽ തിരക്കില്ല. ആ പർപ്പിൾ ഷർട്ടുകാരനെ ഒന്ന് അങ്ങേ അറ്റത്ത് പിടിച്ചെത്തിക്കോളൂ. ഇങ്ങേ അറ്റത്ത് പ്രഭുവിന്റെ അടുത്ത് എത്തിക്കും. കുറച്ച് പഠിച്ച് നന്നാവട്ടെ. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട ഒരു അവിടെയല്ല മോൻ, അങ്ങനെയല്ല മോൻ എഴുന്നേറ്റ് വരും. ഇവിടെ നല്ല കോളേജിലെ എക്സാം എടുത്ത് പോയിരുന്നു. നിനക്ക് നല്ലതായിട്ട് പഠിക്കാൻ പറ്റും. ഇനി അടുത്ത ഞാൻ സ്പോട്ട് ചെയ്യും ഓരോരുത്തരെ. എന്നിട്ട് അവർക്ക് വേണ്ടമാതിരി ഞാൻ പ്രൊമോഷൻ കൊടുക്കും കേട്ടോ. ഓക്കെ, എന്നോട് ദേഷ്യം തോന്നാൻ പാടില്ല കേട്ടോ. എല്ലാവരും മുമ്പ് എന്നെ പിടിച്ച് മാറ്റിയിരുത്തി അങ്ങനെ ചിന്തിക്കരുത്. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു ദിസ് ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്ട്സ്. ഇതിന് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ പറഞ്ഞുതരാം. സത്യം, ദയ, തപ, ശൗചം. താങ്ക് യു. അത് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്. തപസ് എന്ന് പറഞ്ഞ ഒരു തെറ്റിദ്ധാരണ എന്താണ്? ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുക എന്നുള്ളതാണ് മിമിക്രിക്കാർ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് തപസ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ഈ അടുത്ത് നിങ്ങൾ ഫേസ്ബുക്കിൽ പോകുമ്പോൾ രാധാനാഥ് മഹാരാജിന്റെ സൈറ്റ് ഒന്ന് നോക്കിക്കോളൂ. ഫേസ്ബുക്കിൽ ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ അതൊന്ന് പഠിക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞത് ആവശ്യത്തിനനുസരിച്ച് ജീവിക്കുന്നതാണ് തപസ് എന്നുള്ളതാണ്. ലിവ് ലൈഫ് നീഡ് ബേസ്ഡ്. എന്താണ്? ലിവ് ലൈഫ് നീഡ് ബേസ്ഡ്. ജീവിക്കുമ്പോൾ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി ജീവിക്കുക, ആഗ്രഹങ്ങൾക്കല്ല. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എനിക്കും ആഗ്രഹം ഉണ്ടാവും, ഒരു മെഴ്സഡസ് ബെൻസ് ഒക്കെ കിട്ടിയാൽ തിരക്കില്ല, എല്ലാവരെയും മാറി എടുക്കുന്നത് ഗമയിൽ ഇങ്ങനെ ഇരുന്ന് പോവാം. പക്ഷെ ആവശ്യമുണ്ടോ? ആവശ്യം. എനിക്ക് വരാൻ എറണാകുളത്ത് ഇവിടത്തേക്ക് വരാൻ നമ്മളെ രാവിലത്തെ പാസഞ്ചർ ട്രെയിൻ മതി. എന്റെ ആവശ്യം തീർന്നു. ഇവിടെ എത്തി ആ സമയത്ത് നമ്മളൊക്കെ കാണും. അതേപോലെ ഭക്ഷണം കഴിക്കാൻ എത്ര നമുക്ക് ഭക്ഷണം ആവശ്യമുണ്ട്? വയറിന്റെ വലിപ്പം എത്രയാ ഒന്ന് പറഞ്ഞു തരൂ. അത് തന്നെ, കറക്റ്റ്. മാതാജി പറഞ്ഞതാണ് കറക്റ്റ്. ഈ കൈ ഇങ്ങനെ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെച്ച് നോക്കൂ. അപ്പൊ നമ്മളുടെ വയറിന്റെ വലിപ്പം എത്രയുണ്ടെന്ന് മനസ്സിലാവും. ഇനി ആലോചിക്കുക എത്ര ഭക്ഷണം നമ്മൾ അതിനുള്ളിലേക്ക് അടിച്ച് കയറ്റുന്നുണ്ടെന്നുള്ളത്. ഞാൻ അടക്കം, എനിക്ക് ബാധകമാണ്. ഞാനൊരു ഭക്ഷണ പ്രിയനാണ്. ഇതിന്റെ ഒരു 10 ഇരട്ടി. വലിയമ്മക്കറിയാം, കുട്ടിക്കാലത്ത് നമ്മളൊക്കെ ഒരു 15 ചപ്പാത്തിയൊക്കെ വളരെ നിഷ്പ്രയാസം അകത്താക്കുമായിരുന്നു. ഒരു വിഷമമില്ല. 10-15 ഇഡ്ഡലി, നോ പ്രോബ്ലം. അപ്പൊ അതേ രീതിയിൽ തന്നെ തുടർന്നപ്പോഴാണ് ഈ തടി വല്ലാതെ കൂടിയിരിക്കുന്നുണ്ട്. അത്ര ആവശ്യമില്ല, ശരിക്കും വളരെ കുറച്ചേ ആവശ്യമുള്ളൂ. പ്രകൃതി ചികിത്സാ ക്യാമ്പിൽ ഞാനൊരു 26 വയസ്സിൽ പോയിരുന്നു. എന്റെ ആക്നെക്ക് ട്രീറ്റ്മെന്റ്. മുഖത്തെ കുഴികളുണ്ടല്ലേ, അതേപോലെയാണത്. പുറത്തൊക്കെ ഉണ്ട്. അതിന്റെ തീവ്രത ആ സമയത്ത് വളരെ കൂടുതലായിരുന്നു. അപ്പൊ അതിന്റെ പ്രകൃതി ചികിത്സയ്ക്ക് പോയി വർക്കലയിൽ. 26 വയസ്സ്, CA ഒക്കെ പാസ്സായി. 30 ദിവസം എനിക്ക് അരിഭക്ഷണമില്ല, ചോറ് കിട്ടിയിട്ടില്ല. 75 കിലോ ഉണ്ടായിരുന്നത് 67 കിലോയ്ക്ക് കുറഞ്ഞു. ഒരു ആരോഗ്യ പ്രശ്നവുമില്ല. അവർ കുറച്ച് പുഴുങ്ങിയ പച്ചക്കറി മാത്രം തരും, ഇളനീര് വെള്ളവും കുമ്പളങ്ങയുടെ വെള്ളവും. ഒരു പനി പോലും വന്നിട്ടില്ല. ഇപ്പൊ എന്റെ വെയിറ്റ് 94 കിലോ ആണ്. കാരണം ഞാനിപ്പോ ഭക്ഷണം വളരെ കുറച്ചുണ്ട്. റെഗുലറായിട്ട് നിരാഹാരം ചെയ്ത് എന്റെ വെയിറ്റ് ഇപ്പൊ 94 കിലോ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആവശ്യത്തിലധികം ഭക്ഷിക്കുമ്പോഴാണ് അനാരോഗ്യം വരുന്നത്. ആവശ്യത്തിൽ. അതേപോലെ ഓരോ കാര്യം ഞാൻ ഉദാഹരണം ഓർമ്മ വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ ആവശ്യങ്ങൾ വളരെ പരിമിതമാണ്. ആവശ്യത്തിനേക്കാൾ എത്രയോ ഉപരി ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ആവശ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് തപസ് എന്ന് പറയുന്നത്. അതാണ് രാധാനാഥ് മഹാരാജ് പറഞ്ഞത്. ശരിയാണ്. എല്ലാ വ്യക്തികളും ഈ ലോകത്ത് ആഗ്രഹങ്ങൾക്കനുസരിച്ചല്ലാതെ ആവശ്യങ്ങൾക്കനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഈ ലോകത്ത് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ കലിയുഗത്തിൽ അങ്ങനെ ആയിരിക്കില്ല. കലിയുടെ പ്രവർത്തനം എന്താണ്? കലിയുടെ പ്രവർത്തനം ജനങ്ങളുടെ ആഗ്രഹങ്ങളെ കൂട്ടി മുകളിലേക്ക് കൊണ്ടുപോകും. ഇപ്പൊ ഞാൻ ബാങ്കിന്റെ ഓഡിറ്റിന് പോകുമ്പോൾ, കുഴപ്പമില്ല പോവാൻ ഡയഗ്രസ് ഉണ്ട്. ബാങ്കിന്റെ ഓഡിറ്റിന് പോകുമ്പോൾ പലപ്പോഴും ഇപ്പൊ കാണുന്ന ഒരു കാഴ്ച, കേരള സമൂഹം വലിയൊരു കടക്കെണിയിലാണ്. ഇതെനിക്ക് ഒരു 5 വർഷം മുമ്പ് അറിയില്ലായിരുന്നു. ഏറ്റവും വലിയൊരു സുനാമി വരാൻ പോകുന്നുള്ളൂ. എഡ്യൂക്കേഷൻ ലോൺസ്. എത്രയോ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്ന കുട്ടികൾ. എന്നിട്ട് അവരവർക്ക് മനസ്സിലാവാത്ത സബ്ജക്ട് പഠിക്കാൻ പോകുന്നു. അച്ഛനമ്മമാര് എങ്ങനെയൊക്കെ മക്കൾ പഠിച്ചെത്തിക്കോട്ടെ എന്ന് വെച്ചിട്ട് പോകുന്നു. മാർക്ക് വാരിക്കോരി ഇട്ട് കൊടുക്കുന്ന മന്ത്രിസഭാ യോഗം. കാരണം അവരുടെ ബന്ധുക്കളുടെയാണ് ഈ പല എഞ്ചിനീയറിംഗ് കോളേജുകൾ നടത്തുന്നത്.
അവിടെയൊക്കെ കുട്ടികളെ വേണം. അവർക്കൊരു കച്ചവടമാണ്. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല അവർ ഈ സ്ഥാപനങ്ങൾ നടത്തുന്നത്. അവർക്ക് ഫീസ് കളക്ട് ചെയ്തിട്ട് കണ്ടമാനം കുട്ടികളെ എങ്ങനെയെങ്കിലും അവിടെ അടിച്ചു കയറ്റണം. 45% മാർക്ക് കിട്ടിയാലും കുഴപ്പമില്ല, എഞ്ചിനീയറിംഗിന് അഡ്മിറ്റ് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് 70% മാർക്ക് ഉണ്ടായിട്ട് എഞ്ചിനീയറിംഗിന് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെയാണ് CA ക്ക് ചേർന്നത്. അന്ന് 78, 79 വേണം എഞ്ചിനീയറിംഗിന് കിട്ടണമെങ്കിൽ. എൻട്രൻസ് ടെസ്റ്റ് ഇല്ല. മെഡിസിന് കിട്ടണമെങ്കിൽ 90+ വേണം. ടോപ്പ് ക്ലാസ് സ്റ്റുഡൻസ് മാത്രമേ മെഡിസിനിലേക്ക് പോവുള്ളൂ. ഞങ്ങളൊക്കെ നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഡോക്ടർ ആവണമെന്നൊക്കെ. എനിവേ പറ്റിയില്ല. അപ്പൊ ഇപ്പോ കുട്ടികളെല്ലാം ഒന്നടങ്കം പോവാണ്. ആടുമാടുകളെ പോലെയാണ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക്. മെഡിക്കലിന് അങ്ങനെ ആയിട്ടില്ല. കാരണം ഗവൺമെന്റ് എന്തോ ഒരു ചിന്ത വന്നിട്ടുണ്ട്, ഇതുമാതിരി ആളെ കൊല്ലുന്ന ഡോക്ടർമാരെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും അവരടക്കം ചിലപ്പോൾ മരിച്ചു പോകും. ആ ഒരു പേടിയുണ്ട്. ബിൽഡിംഗ് പൊത്തി വിടാനും കുഴപ്പമില്ല എന്നുള്ളതാണ്. എഞ്ചിനീയറിംഗിന്റെ നിലവാരം അത്രയും താണു പോയത്. കാരണം എല്ലാ എഞ്ചിനീയറിംഗ് കോളേജും മോശം എന്നല്ല ഞാൻ പറയുന്നത്, സ്വാശ്രയം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിലേക്ക് പറഞ്ഞു വരുന്ന കാര്യം, ഇങ്ങനെ പിന്നെ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് ആവശ്യത്തിന്, ഒരു പക്ഷേ കാർ വാങ്ങാൻ നിവൃത്തിയില്ലാത്ത ഒരാള് കട എടുത്തിട്ട് കാർ വാങ്ങിക്കുന്നു, എന്നിട്ട് തിരിച്ചടക്കാൻ പാടുപെടുന്നു. 3.5 വർഷം CA ക്ക് പഠിച്ചപ്പോൾ ഞാൻ സൈക്കിളിലാണ് യാത്ര ചെയ്തിരുന്നത്. എനിക്ക് പറയുന്നതിൽ അഭിമാനമുണ്ട്. കാരണം എൻ്റെ അച്ഛന് യാതൊരു എക്സ്ട്രാ എഞ്ചിനീയർ ആയിരുന്നു, റെയിൽവേയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ. കാറില്ലാത്ത ഒരേ ഒരു എഞ്ചിനീയർ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ദുബായി പോയതിനു ശേഷം 8 വർഷം കഴിഞ്ഞാണ് അച്ഛനൊരു കാർ വാങ്ങിച്ചു കൊടുത്തത്. പക്ഷെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അതിന്റെ കഷ്ടപ്പാട് നല്ലോണം അനുഭവിക്കേണ്ടി വന്നത്. 5 കുട്ടികൾ. അപ്പോൾ ഉള്ള ഒരു വാഹനം സൈക്കിളാണ്. ആ സൈക്കിളാണ് 3.5 വർഷം CA ആർട്ടിക്കൽഷിപ്പ് ഞാൻ ചെയ്തത്. 2 പാന്റ് 2 ഷർട്ട്. മൂന്നാമതൊരു പാന്റ് വേണമെന്നുണ്ടെങ്കിൽ പ്രശ്നമായിരുന്നു. യൂണിവേഴ്സിറ്റി ക്രിക്കറ്റ് ടീം സെലക്ഷന് പോകാൻ വേണ്ടി എനിക്ക് ഷൂസ് മേടിക്കാൻ പൈസ ഇല്ലായിരുന്നു. അത് വേറൊരു നല്ല പ്ലെയറിന്റെ ഷൂസ് കടം വാങ്ങിയിട്ടാണ്. കാരണം വേറെ ആർക്കും സെലക്ഷൻ കിട്ടിയില്ല, എനിക്ക് കിട്ടി. യാത്രക്കൂലിക്ക് വിഷമില്ല, റെയിൽവേയുടെ പാസ് കിട്ടും, ഫസ്റ്റ് ക്ലാസ് തന്നെ യാത്ര ചെയ്യാം. പക്ഷെ ഷൂ എവിടുന്ന് വാങ്ങിക്കും? അച്ഛൻ്റെ കയ്യിൽ പൈസ തരാനില്ല, എനിക്കറിയാം. കാരണം കണക്ക് വെക്കുന്നത് ഞാനാണ്. കടം മേടിച്ച ഷൂസ് ഇട്ടിട്ട് യൂണിവേഴ്സിറ്റി സെലക്ഷന് പോയി, കിട്ടി. സെക്കൻഡ് ലെവലിലേക്ക് കിട്ടി. അപ്പോൾ അന്നെല്ലാം നമ്മൾ ജീവിച്ചിരുന്ന നമ്മളുടെ പരിമിതികൾക്കുള്ളിലായിരുന്നു. അതിന്റെ മുൻപത്തെ തലമുറ നോക്കിക്കഴിഞ്ഞാൽ അതിലും അവരുടെ പരിമിതികൾക്കുള്ളിൽ ജീവിച്ചവരാണ്. പക്ഷെ ഇന്നിപ്പോ ഞാൻ കാണുന്നത് കൊക്കിൽ ഒതുങ്ങുന്നതിനേക്കാളും എത്രയോ വലുത്. കൊക്ക് പുലർന്നാലും തരക്കേടില്ല, ഇനി അത് കൊത്തിപ്പിടിച്ചിരുന്നേക്കാന്നുള്ള ഭാഗമല്ല പോകുന്നത്. അത് വലിയൊരു സാമൂഹിക പ്രശ്നം സൃഷ്ടിക്കാൻ പോവുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് എൻ്റെ ഒരു അവലോകനമാണ്. ഞാൻ ചിന്തിക്കുന്നത് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. പൊതുവെ ആ അവലോകനങ്ങൾ ശരിയാവാറുണ്ട്. എഡ്യൂക്കേഷൻ ലോൺസ് ഒരു വലിയ സുനാമിയാണ്. അവനവന്റെ കഴിവിനനുസരിച്ച് മാത്രം ജീവിക്കുക, നമ്മളുടെ കഴിവിനനുസരിച്ച്. എന്നിട്ട് അവിടുന്ന് കൂട്ടി കൊണ്ടുവരിക. കടം എടുത്തിട്ട് ഒന്നും ചെയ്യരുതെന്നാണ് വേദിക് സിസ്റ്റത്തിൽ പറയുന്നത്. പൊതുവെ 3 കാര്യങ്ങളാണ് ഉടനെ തന്നെ മുളയിൽ തന്നെ നുള്ളണം എന്ന് വൈദിക സംസ്കാരത്തിൽ പറയുന്നത്. 1 ശത്രു, പിന്നെ രോഗം, കടം. 3 ഇതില് ശത്രുവിനെ ഇല്ലാതാക്കുക എന്നല്ല പറഞ്ഞു, ശത്രുത ഇല്ലാതാക്കുക. ശത്രുവിനെ നിഗ്രഹിക്കാൻ അത് അവസാനത്തെ കാര്യമാണ്. ശത്രുവിനെ ഇല്ലാതാക്കുന്നത് സാവധാന ഭേദദണ്ഡം കഴിഞ്ഞിട്ട്. പിന്നെ രോഗം പെട്ടെന്ന് തന്നെ അപ്പം തന്നെ മുളയിലെ നുള്ളി ചികിത്സിച്ച് മാറ്റണം. പിന്നെ കടം വളരാൻ സമ്മതിക്കരുത്. ഇത് 3 നമ്മളെ വൈദിക ജീവിത രീതികളാണ്. പിന്നെ അവസാനത്തെ കാര്യം സത്യം, ദയ, തപ, ശൗചം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കേരളത്തിൽ അടിസ്ഥാനപരമായിട്ട് വളരെ ശുചിത്വമുള്ള ജനങ്ങളാണ്. പക്ഷെ സ്വന്തം വീട്ടിലെ മാലിന്യം എടുത്ത് പൊതുനിരത്തിൽ കൊണ്ടുപോയി എറിയുന്നു മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. ഈ അടുത്തൊരു സിനിമ വന്നിരുന്നു, നരകവാരിധി നടുവിൽ. കണ്ടിരുന്നു ആരെങ്കിലും? അത് കോഴിക്കോട് ഇറങ്ങിയ ദിവസം തന്നെ എന്റെ ബ്രദറിലോ കോഴിക്കോട് ഞാനുള്ള സമയത്തായിരുന്നു. എന്നെ ഒക്കെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പൊ ഞാൻ ചോദിച്ചു, നരകവാരിധി നടുവിലേക്കാണോ ഭഗവാനെ പോകണം? ദിവസം നന്നായിരുന്നു, തീം നന്നായിരുന്നു. എല്ലാവരുടെയും മാലിന്യം ഡംപ് ചെയ്യുന്ന ഉടമസ്ഥയില്ലാത്തൊരു സ്ഥലത്തേക്കാണ്. എന്നിട്ട് ആ സ്ഥലം തിരിച്ചു കിട്ടാൻ അദ്ദേഹം പെടുന്ന പാട്. ശ്രീനിവാസിന്റെ ഒരു കഥ നന്നായിരുന്നു. അപ്പൊ ഇതും കേരളത്തിലുള്ള നമ്മുടെ ശുചിത്വമായിരിക്കും, നമ്മൾ കുളിച്ച് വൃത്തിയായിരിക്കും. പക്ഷെ നമ്മുടെ മാലിന്യങ്ങളൊക്കെ എടുത്ത് നേരെ റോഡിലേക്ക് ആരും നോക്കുന്നുണ്ടോ കുട്ടികൾ. എനിവേ, അപ്പൊ ഇതാണ് പിന്നെ ധർമ്മത്തിന്റെ 4 തൂണുകളായിട്ട് പറയുന്നത്. അപ്പൊ ഈ 4 തൂണുകളും എല്ലാ മനുഷ്യർക്കും ബാധകമാണ്. ഇന്ന് മതത്തിൽപ്പെട്ടവർക്കെന്നില്ല. സത്യസന്ധത എല്ലാ മനുഷ്യർക്കും, ലോകത്ത് എല്ലാവരുടെയും മനുഷ്യർക്ക് ബാധകമാണ്, ഏത് മതത്തിൽപ്പെട്ടതായാലും ശരി. പിന്നെ ദയവില്ലാത്ത പെരുമാറ്റം അധാർമികമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സത്യമില്ല, ദയയില്ല, അല്ലെങ്കിൽ ആ ആവശ്യത്തിനനുസരിച്ചല്ല ജീവിക്കുന്നത്, അല്ലെങ്കിൽ ശുചിത്വമില്ല, ആ വ്യക്തി അധർമ്മി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നിങ്ങൾ തീരുമാനിച്ചോളൂ, ധർമ്മികൾ ആരാണ്, അധർമ്മികൾ ആരാണ്. സത്യസന്ധതയില്ലാത്ത പെരുമാറ്റമുള്ള വ്യക്തികൾ അധർമ്മികളാണ്.
അവരിനി എന്തൊക്കെ തന്നെ ഹൈവേ പോലെ നെറ്റിയിൽ കുറിയും തൊട്ട് അല്ലെങ്കിൽ ജപമാലയും പിടിച്ച് നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചാലും ശരി, ഭഗവാനെ പറ്റിക്കാൻ പറ്റില്ല. ക്ലിയർ? അതേപോലെ തന്നെ ദയ. ഇപ്പോ മിന്നാന്ന് കഴിഞ്ഞ ആഴ്ച ഒരാളൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി മദർ തെരേസയെ പറ്റി. ഞാൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ആരുടെയും ഭാഗ്യം തരുന്നല്ല, എന്തൊക്കെ ആരോപണങ്ങൾ പറഞ്ഞാലും റോഡ് സൈഡിൽ കിടക്കുന്ന ഒരു മരിക്കാൻ കിടക്കുന്ന കുട്ടിയെ എടുത്തിട്ട് എത്ര പേര് നമ്മുടെ വീട്ടിൽ കൊണ്ട് ചികിത്സിക്കും? ഇനി എന്തൊക്കെ ബാക്കി കാരണങ്ങൾ നിങ്ങൾ ഇല്ലാത്തത് ഉണ്ടെന്നോ പറഞ്ഞോളൂ. പക്ഷെ എത്ര പേർക്ക് സാധിക്കും ഒരു കുഷ്ഠരോഗം പിടിച്ചതോ അല്ലെങ്കിൽ മാറാരോഗം പിടിച്ച ഒരു കുട്ടിയെ എടുത്തിട്ട് നമ്മൾ തൊടുവോ? നമ്മൾ മാറി നിൽക്കുകയുള്ളൂ. അങ്ങനെ ചെയ്ത ഒരു മഹത് വ്യക്തിയെ പറ്റിയിട്ട് പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നോ? ഈ ധർമ്മത്തിന്റെ 4 തൂണുകളുടെ ദയവ് വളരെയധികം കാണിച്ച ഒരു മഹത് വ്യക്തിയാണ്. അവരെ പറ്റിയിട്ടും മോശമായിട്ടുള്ള പ്രഖ്യാപനം. എന്തിനാണ് അനാവശ്യമായിട്ടുള്ള എന്താ പറയേണ്ടത് പ്രസ്താവനകൾ നടത്തി നേതൃസ്ഥാനത്തിരിക്കുന്നവർ ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാം. എത്രയോ ടോപ്പിക്സ് ഉണ്ട് പറയാൻ വേണ്ടി. അപ്പോ ദയ, മനുഷ്യർക്ക് ദയവ് ധർമ്മത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ തീർച്ചയായിട്ടും ദയവ് കാണിക്കുന്ന ആരാണ് ശരി, ഏത് ജാതിയോ മതമോ എന്തായിക്കോട്ടെ, അവരെ നമ്മൾ ധാർമ്മികളായിട്ട് കണക്കാക്കുന്നു. അതുപോലെ തന്നെ തപസ്സും ശൗചവും. ഇനി കിട്ടിയല്ലോ, you can from there you can do that. Right. Let's go to the next slide. First, എപ്പോഴെങ്കിലും ആക്ഷേപിച്ചതായിട്ട് തോന്നിയിട്ടുണ്ടോ? ആരെങ്കിലും എന്നെ അവഹേളിച്ചു എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇതുവരെ ജീവിതത്തിൽ ഒരു അവഹേളനം ലഭിക്കാത്തവരാരെങ്കിലും ഉണ്ടെന്ന് കൈബന്ധിക്കുക. എനിക്ക് ഇതുവരെ ഒരു അവഹേളനവും സംഭവിച്ചിട്ടില്ല. ഉണ്ടോ? അവഹേളനങ്ങൾ ഇഷ്ടംപോലെയാണ്. കുട്ടിയുടെ പരാതി എന്താ? ചെറിയ കുട്ടിയുടെ അച്ഛൻ എന്നെ അവഹേളിച്ചു, അമ്മ എന്നെ അധിക്ഷേപിച്ചു. ചെറിയ പ്രായത്തിൽ അച്ഛനും അമ്മയും ഗ്രേറ്റ് ആണ്. പക്ഷെ വലുതായി വരുമ്പോ ഈ അച്ഛൻ ശരിയില്ല കേട്ടോ, അച്ഛനൊന്ന് മാറ്റിയെടുത്ത തിരക്കില്ലായിരുന്നു. അല്ലെങ്കിൽ അമ്മേനെ കൊണ്ട് തോറ്റു. പെൺകുട്ടികളെ പിന്നാലെ നടന്നിട്ട് ചെവി തോന്നും അമ്മമാര്. കാരണം അമ്മമാർക്ക് ഏറ്റവും അധികം ആഗ്രഹം സ്വന്തം കുട്ടികളെ നന്നായി വരണം. അതിന് പ്രത്യേകിച്ച് പെൺകുട്ടികളായിരുന്നവർക്ക് വളരെ ശ്രദ്ധയുണ്ടാവും. അപ്പൊ പെൺകുട്ടികളുടെ ചിന്ത എന്താണ്? ഈ അമ്മേനെ കൊണ്ട് തോറ്റു. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ രസകരമായ കാര്യം കേട്ടോ. കുട്ടിക്കാലത്ത് മുടി ചീക്കി കൊടുക്കും. അമ്മമാർക്ക് വലിയ ഇഷ്ടമാണ്. പെൺപിള്ളേരെ പിടിച്ച് മുമ്പിൽ ഇരിക്കുക ചീക്കൊണ്ടിരിക്കും. ഈ കുട്ടിക്ക് എപ്പോഴും പരാതിയാ, അമ്മയുടെ ഒരു മുടിചീകല്. ഈ കുട്ടി വലുതായി കല്യാണം കഴിച്ചു, ഭർത്താവിന്റെ കൂടെ പോയി, അവർക്ക് കുട്ടികളായി. ഇപ്പൊ ആഗ്രഹം എന്താണെന്നറിയാം? ഒന്ന് അമ്മയെ കിട്ടിയിരുന്നൊക്കെ തിരക്കില്ലായിരുന്നു. എന്തിനാ? ഒന്ന് മുടി ജീവി തരാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാണ് എൻ്റെ അടുത്ത്. അപ്പൊ പണ്ട് അമ്മ ചെയ്തു കൊടുക്കുമ്പോ, സ്നേഹത്തോടെ ചെയ്തു കൊടുക്കുമ്പോ അതൊരു ഇറിറ്റേഷൻ ആയിരുന്നു. ഇപ്പൊ വലിയ ആഗ്രഹം, സ്ത്രീയുടെ ഒരു ആഗ്രഹം എന്താ വെച്ചാൽ എന്നെ ഒന്ന് മുടി ചെയ്യാൻ എന്നെ അമ്മയെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ പല കാര്യങ്ങളും അച്ഛനന്മാര് ചെയ്യുമ്പോ അപ്പോഴും അത് അധിക്ഷേപിച്ചു. അങ്ങനെ നല്ല ഡിസിപ്ലിൻ ചെയ്യാൻ നോക്കും അച്ഛനന്മാർ. അപ്പൊ അതൊക്കെ അധിക്ഷേപമാണ്, ആക്ഷേപമാണ്. നീ പഠിച്ചത് പോരാ. കാരണം എപ്പോഴും അച്ഛനന്മാരുടെ ആഗ്രഹമാണ് കുട്ടികൾ നന്നായി വരണം, പ്രത്യേകിച്ച് അമ്മമാർക്ക്. അപ്പോ ഈ അവഹേളനം എവിടെയാ തട്ടുന്നത്? ഇവിടെ ഇരിക്കുന്നത് ഇപ്പോ 2 കുട്ടികളെ നമ്മളെ വളരെ എന്താ പറയുന്നത് സ്നേഹസമ്പന്ന നെക്സ്റ്റ് ജനറേഷൻ കിഡ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവരെ പബ്ലിക്കായിട്ട് ഇപ്പൊ ഞാൻ വിളിക്കാറ്, എടാ കഴുത എവിടെ വാ, എന്നെ കഴുതയെന്ന് വിളിച്ചു. എന്താ ഇത്? മോൻ കഴുതയാണോ? വിളിച്ച ഞാനല്ലേ കഴുത? മനുഷ്യക്കുട്ടിയെ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ, മനുഷ്യക്കുട്ടിയെ കണ്ടിട്ട് കഴുതയാൻ തെറ്റിദ്ധരിക്കണമെങ്കിൽ എനിക്കെന്താ കുഴപ്പമുണ്ടെന്നല്ല അർത്ഥം. പക്ഷെ വിളിച്ച ആൾ സാധാരണ പ്രതിക്കും ഞാൻ കഴുതിയൊന്നുമല്ല, നീയാ കഴുത. കുട്ടികളെ തമ്മിലെ വഴക്കുകൾ കേൾക്കാൻ ബഹുരസമാണ്. ചെറിയ ചുണ്ടു പിള്ളേരെ തമ്മിൽ അടിപിടി കാണാൻ നല്ല രസമാണ്. ഒബ്സർവ് ചെയ്തിട്ട് കഴുത, നീയാ കഴുത, നീ കോവർ കഴുത, നീ റബ്ബർ കഴുത. ഒരു തവണ 2 കുട്ടികളെ തമ്മിൽ ഭയങ്കര അച്ഛന്മാരെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ അച്ഛൻ വലിയ മിടുക്കനാണ്. അപ്പൊ എന്റെ അച്ഛൻ ഒരു തവണ പാമ്പ് കടിച്ചു. അപ്പൊ മറ്റവരൊരു വിഷമം, വെച്ചോ പാമ്പിനേക്കാളും മെച്ചപ്പെട്ട ഏതെങ്കിലും ഒരു ജീവനെ പെട്ടെന്ന് കിട്ടുന്നു. എന്റെ അച്ഛന് നരിയും പുലിയും കടുവൊക്കെ കടിച്ചിട്ടുണ്ട്. പാമ്പിനേക്കാളും കുറച്ചുകൂടി ഗ്രേഡ് കൂടിയ സാധനം കൊണ്ട് അവന്റെ അച്ഛനെ കടിപ്പിച്ചു തരണം. കാരണം മറ്റേളെക്കാളും കേവനാണ്. അപ്പോ എന്താണ് കാരണം? എവിടെയാണ് ഇത് തട്ടുന്നത്? എടാ കഴുതയെന്ന് വിളിക്കുമ്പോ, അല്ലെങ്കിൽ എടാ പൂച്ചേ. പണ്ട് കാലത്ത് നമ്മളെയൊക്കെ കണ്ണുകൾ എങ്ങനെയാ? ബ്രൗൺ ആണ്.
ഇടയ്ക്ക് നോക്കിക്കോളൂ, സ്കൂളിൽ ചിലപ്പോൾ ഒരു പൂച്ചക്കണ്ണുള്ള കുട്ടികൾ ആരെങ്കിലും വരും. ആ കുട്ടിയുടെ കഷ്ടകാലമായിരിക്കും. നല്ല ഭംഗിയാ പൂച്ചക്കണ്ണ്. വെസ്റ്റേൺ ലോകത്തിൽ ബ്യൂട്ടീന്റെ സിമ്പിളാണ് കാറ്റ് ഐസ് എന്ന് പറഞ്ഞാല്. ഇവിടെ കഷ്ടകാലത്തിന് ഈ കുട്ടി നമ്മളെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് വന്ന് വിട്ടത്. പൂച്ചക്കണ്ണ ആകെ വിഷമായി. ഞാൻ മാത്രമേ ഒരു പൂച്ചക്കണ്ണുണ്ടാവും. ആ കുട്ടി പുറത്തു പോയി കഴിഞ്ഞാല് നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഇതുണ്ടല്ലോ പഴയ ഒരു ടെക്സിന്റെ കൂടെ അഗ്ലി ഡക്ലിംഗ്, ആരാ ഓതർ എഴുതിയത്? അഗ്ലി ഡക്ലിംഗ് എന്നുള്ളൊരു കഥയുണ്ട്. അഗ്ലി ഡക്ലിംഗ് ഇറ്റ് വാസ് എ സ്വാൻ ആക്ച്വലി. എനിവേ, അപ്പോ എവിടെയാണ് തട്ടുന്നത്? അവഹേളിക്കുമ്പോ എവിടെയാ തട്ടുന്നത്? കയ്യിലോ കാലിലോ തലയിലൊക്കെയാണോ മേത്തൊക്കെയാണോ എവിടെ തട്ടുന്നത്? ഹാർട്ടില്. ഒരു മോൻ പറഞ്ഞു, എന്താ പേര് നിന്റെ? സായി. സായി പറയുന്നു ഹാർട്ടിലാണ് തട്ടുന്നതെന്ന്. യോജിക്കുന്നവർ ആരൊക്കെയുണ്ട്? അല്ല, മറിച്ച് ഐ ഒബ്ജെക്ഷൻ യുവർ ഓണർ, ഹാർട്ടിലല്ല. ആരെങ്കിലും ഉണ്ടോ? മനസ്സില് ഇവിടുന്ന് മാതാജിമാരുടെ ഭാഗത്ത് മനസ്സിലാണ് തട്ടുന്നതെന്ന് പറയുന്നു. സത്യവത മഹാരാജ് പ്രഭു ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ആൻസർ പറയാം. എവിടെയാ തട്ടുന്നത്? അധിക്ഷേപിച്ചു. യു ആർ ഗുഡ് ഫോർ നത്തിങ്. ബോസ് പറയാണ്, അല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ടീച്ചർ പറയാണ്, മണ്ട ശിരോമണി, ഒന്നും അറിയില്ല. ഇവരൊക്കെ എന്തിനാ സ്കൂളിലേക്ക് അയക്കുന്നത്? കുട്ടികളെ എല്ലാരും മുമ്പിൽ വെച്ചിട്ടാ പറയുന്നത്. കുട്ടിക്ക് വളരെ സന്തോഷം തോന്നും അല്ലേ? വിഷമായിരിക്കും. എവിടെയാ തട്ടുന്നത്? എവിടെ തട്ടുന്നു? ഇത് മനസ്സിൽ. അഹങ്കാരം. അഹങ്കാരത്തിലേക്കാ തട്ടുന്നത്. ഇറ്റ് ഹിറ്റ്സ് അവർ അഹങ്കാരം. ആക്ച്വലി വിൽ കം ടു ദാറ്റ്. അതാണ് ബേസിക്കലി ആ ഫസ്റ്റ് ഞാൻ ചോദിച്ചത്. ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ആദ്യം നമ്മൾ ആരാന്ന് മനസ്സിലാക്കണം. വി ആർ നോട്ട് ദ ബോഡി. നമ്മൾ ഈ ശരീരമല്ല, നമ്മൾ ജീവാത്മാക്കളാണ്. ജീവാത്മാവിന്റെ ഡിസ്ക്രിപ്ഷനാണ് ഇതിൽ പറയുന്നത്. ഭഗവത്ഗീത 2:17 അവിനാശിതു തദ്വിധി ഏന സർവമിദം തദം വിനാശം അവ്യയസ്യാസ്യ നകശ്ചിത് കസ്തുമർഹസി. We are ജീവാത്മാസ് having size indicated 1/10,000 at the tip of the hair. അതായത് ഒരു മുടിയുടെ അഗ്രം എടുത്തിട്ട് അതിന്റെ അറ്റത്തിന് 10,000 കഷ്ണാക്കി നുറുക്കിയാൽ ആ ഒരു കഷ്ണത്തിന്റെ വലിപ്പമേ ഉള്ളൂ. നമ്മൾ ജീവാത്മാക്കളാണ്. അത് താങ്ക്സ് ടു ശ്രീല പ്രഭുപാദസ് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്. ഇതിലെല്ലാം നമുക്ക് ആവശ്യമുള്ള എല്ലാം പ്രഭുപാദയിലാക്കി തന്നിട്ട് വേറെ പലരും കൊണ്ട് ആവശ്യമില്ല. ഉപനിഷത്തുകൾ മുഴുവൻ പഠിച്ചിട്ടുണ്ടോ? അതിന്റെ ആവശ്യമില്ല. ശ്വേതര ഉപനിഷത്തിലും ഖഡോ ഉപനിഷത്തിലും 2 ശ്ലോകങ്ങൾ ഇതേ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിലുണ്ട്. 2:17 ഭാവാർത്ഥത്തിൽ. അതെന്താണ്? ബാലാഗ്ര ശതഭാഗസ്യ ശതത കൽപ്പിതസ്യ ച ഭാഗോ ജീവസ്യ വിജ്ഞേയ സച അനന്ത്യായ കൽപ്പതി. അപ്പൊ അതാണ് പറയുന്നത് നമ്മളുടെ വലുപ്പം. ഇപ്പൊ ഞാൻ എന്ന് പറയുന്നത് എന്റെ വലുപ്പം ഇത്രയേ ഉള്ളൂ. ഈ മുടിയുടെ അഗ്രം എടുത്തിട്ട് അതിന്റെ അറ്റം 10,000 കഷ്ണാക്കി നുറുക്കി കഴിഞ്ഞാൽ ആ ഒരു കഷ്ണത്തിന്റെ വലുപ്പമേ ഉള്ളൂ. ഇത് ഏറ്റവും ചെറിയ വൈറസ് മുതൽ, വൈറസ് അല്ല അതിനേക്കാൾ ചെറിയൊരു ജീവി ഇപ്പൊ വന്നിട്ടുണ്ട്. അത്ര കുറച്ച് മെഡിക്കൽ സ്റ്റുഡൻസിന്റെ ക്ലാസ്സിലെ കൂടെ അവർ പറഞ്ഞത് വൈറോയിഡ്, വൈറസിനേക്കാളും ചെറുതാണ്. അതിന്റെ മുകളില് ഏറ്റവും വലിയ ജീവി ഏതായിരുന്നു ഇപ്പൊ നമ്മൾ കണ്ടതില്? തിമിംഗലം. ഏത് തിമിംഗലം? കറക്റ്റ്, ബ്ലൂ വെയിൽ. കുട്ടികൾ ഉഷാറാണല്ലോ, വെരി ഗുഡ്, എക്സലന്റ്. ബ്ലൂ വെയിൽ ഏറ്റവും വലിയ ജീവി. ഈ ചെറിയ വൈറസ് മുതൽ നീലത്തിമിംഗലം വരെ എല്ലാ ജീവികൾക്കും അതിന്റെ ശക്തി എവിടെ നിന്ന് കിട്ടുന്നു? അതിനകത്തൊരു ജീവാത്മാവ് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ H1N1 വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയ്യോ എല്ലാവരും മാറി നോക്കും. H1N1 വൈറസ് എന്താന്ന് പറയില്ല. എബോള വൈറസ് പേടി കുറച്ചുകൂടെ കൂടും. എബോള വൈറസ്. കോമൺ കോൾഡ്, ജലദോഷം വരുന്ന വൈറസ്, അത് കുഴപ്പമില്ല, 2 ദിവസം മൂക്കി ചിട്ടേണ്ടി വരുന്നതല്ലേ, പ്രശ്നം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഇതിനെ മുതൽ ബ്ലൂ വെയിലിനെ വരെ ചലിപ്പിക്കുന്നത് ജീവാത്മാവാണ്. നമ്മൾ ജീവാത്മാവാണ്. ഇപ്പൊ ജീവാത്മാവിന്റെ പ്രത്യേകത എന്താണ്? അതിന് 3 ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാ ജീവാത്മാവിന്റെ 3 ഗുണങ്ങൾ? അഗ്നിയുടെ 2 ഗുണങ്ങൾ എന്തൊക്കെയാണ്? ചൂട്, തണുപ്പ്. ചൂടും വെളിച്ചവും. അഗ്നി തരുന്നത് എന്താണ്? ചൂടും വെളിച്ചവും. ചെറിയ തീയാണെങ്കിൽ കുറച്ച് ചൂട് കുറച്ച് വെളിച്ചവും. വലിയൊരു തീ കൊണ്ടാണെങ്കിൽ ഒരുപാട് ചൂടും ഒരുപാട് വെളിച്ചവും. അതുപോലെ നമ്മൾക്കും അടിസ്ഥാനപരമായിട്ട് 3 ഗുണങ്ങളുണ്ട്.
സത് ചിത് ആനന്ദം. സത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നശിക്കുന്നില്ല, സ്ഥായിയായിട്ടുള്ള ഭാവം. അതുകൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടും ഒരുപാട് അപകടങ്ങൾ, മരണങ്ങളൊക്കെ നടന്നാലും നമ്മൾ മരിക്കാൻ പോകുന്നില്ല എന്നൊരു ധാരണ. അത് മിഥ്യാധാരണയല്ല, സത്യാധാരണയാണ്. അത് സത്യമാണ്. നമ്മൾ വ്യത്യസ്തമായ ശരീരങ്ങൾ എടുക്കുന്നതാണ് ഈ ജനനവും മരണവും എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന്. രണ്ടാമത്തെ കാര്യം ചിത്, പൂർണ്ണമായ ജ്ഞാനം. എല്ലാ ജീവാത്മാവിനും ജ്ഞാനം പൂർണ്ണമാണ്. പക്ഷേ ഏത് ശരീരത്തിലാണോ ഇരിക്കുന്നത് അതനുസരിച്ചിട്ടേ അത് പുറത്തേക്ക് വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവിടെ ഞാൻ ഇട്ടിരിക്കുന്ന കളറ് ഗ്രീനിഷ് കളറാണ്, അല്ലെങ്കിൽ യെല്ലോയിഷ്. അവിടെ ഞാനൊരു ചുവപ്പ് ട്രാൻസ്പാരന്റ് ഫിലിം കൊണ്ട് വെച്ചാൽ അതിന്റെ കളർ എന്തായിരിക്കും? ചുവപ്പ് കളർ. എന്താ, പ്ലാസ്റ്റിക്കിന്റെ ഒരു സ്റ്റിക്കർ ഒടിച്ചു വെച്ചു, ചുവപ്പ് സ്റ്റിക്കർ ആ ലൈറ്റിന്റെ മുമ്പിൽ. ഈ കളർ പുറത്തേക്ക് വരുന്നത് എന്തായിരിക്കും? ചുവപ്പായിരിക്കും. പക്ഷെ വെളിച്ചം വെളിച്ചം, ആ സൂര്യന്റെ വെളിച്ചം അല്ലെങ്കിൽ ലൈറ്റിന്റെ വെള്ള വെളിച്ചമാണെങ്കിൽ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നിറം വരുന്നത് പോലെ ഈ ജീവാത്മാവ് ഏത് മാതൃഗർഭത്തിലാണോ പ്രവേശിക്കുന്നത് അതനുസരിച്ചായിരിക്കും അതിന്റെ ജ്ഞാനം പുറത്തു വരുന്നത്. ഇപ്പൊ ഒരു പൂച്ചയുടെ ഗർഭത്തിലാണ് ജീവാത്മാ ജനിച്ചതെന്നുണ്ടെങ്കിൽ അത് കരയുന്നത് ബൗ ബൗ എന്നായിരിക്കും അല്ലെ? എങ്ങനെയായിരിക്കും? ഇനി നായയുടെ ശരീരത്തിലാണെങ്കിലോ എന്നല്ലേ? അത് പശുവാണ്. അപ്പോ ആ ശരീരത്തിനനുസരിച്ചിട്ടുള്ള ജ്ഞാനം മാത്രമേ പുറത്തേക്ക് വരൂ. പശുക്കുട്ടിയാണെങ്കിൽ തുള്ളി കളിച്ചോണ്ട് അമ്മയുടെ പാല് കുടിക്കാൻ പോകും, പുല്ലിട്ട് കൊടുത്ത് അത് തിന്നും. പൂച്ചയാണെങ്കിലോ, പൂച്ച ഒരു നല്ല അസൽ വെജിറ്റേറിയൻ ശാപ്പാടുണ്ട്, ഒന്ന് കഴിച്ചിട്ട് പോയിക്കോളും. എനിക്കൊരു ഫിഷ് ഫ്രൈ കിട്ടിയാൽ തിരക്കില്ല എന്ന് പറയും. അപ്പോ വ്യത്യസ്തമായിട്ടുള്ള ശരീരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ജ്ഞാനമാണ് വരുന്നത്. ഒരു H1N1 വൈറസ് ആണെങ്കിലോ നല്ല വെജിറ്റേറിയൻ ശാപ്പാടുണ്ട്, എനിക്ക് ആ കാണുന്ന ആൾക്കാരെ മുഴുവൻ ശരിയാക്കണം എന്നാലേ ഉള്ളൂ. H1N1 വൈറസിന് ഗുണമാണ്. ഒരു സിംഹമാണെങ്കിൽ അതനുസരിച്ച് സ്വഭാവം. ഇനി ഇതിൽ തന്നെ മനുഷ്യർ വ്യത്യസ്തത. 4 ലക്ഷം മനുഷ്യരുണ്ട് ഈ ലോകത്ത്. ഈ ഭൂമിയിൽ എത്ര മനുഷ്യരുണ്ട്? 4 ലക്ഷം വിഭിന്നമായിട്ടുള്ള സ്പീഷി എന്നുള്ളത് എന്താ മലയാളം പറയാ? സ്പീഷി. ജനിക്കുന്നത് തന്നെ ഇത്രയും മഹത്തായിട്ടുള്ള ജ്ഞാനത്തോടു കൂടിയാ. നിങ്ങൾ എന്നിട്ട് കളയാൻ വേണ്ടിട്ട് വെമ്പി നടക്കുകയാണ്. ഞങ്ങൾ യൂറോപ്പിൽ ജനിച്ച ഒരു ദരിദ്രരായിട്ട് ജനിച്ച് ഈ ജ്ഞാനമൊന്നും ഇല്ലാതെ ഞങ്ങൾ വെമ്പി നടക്കുകയാണ് ഈ ജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ട്. മനസ്സിലാക്കി നോക്കണം. എല്ലാം ഈസി ആയിട്ട് കിട്ടുമ്പോൾ അതിന് വിലയുണ്ടാവില്ല. എനിവേ, അപ്പൊ മനുഷ്യരിൽ തന്നെ വിഭിന്നമായിട്ടുള്ള ജീവജാലങ്ങളുണ്ട്. പക്ഷെ എല്ലാവരും ഒരേ തലത്തിൽ ഈ ജീവാത്മാവാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സച്ചിത്. മൂന്നാമത്തെ എന്താണ്? ആനന്ദാവസ്ഥ. അപ്പൊ ജ്ഞാനം വ്യത്യസ്തമായിട്ടേ കാണുള്ളൂ. പിന്നെ ആനന്ദാവസ്ഥ, ആത്മാവിന്റെ തുഷ്ടിയാണ് ആനന്ദം. പ്രഭു പറഞ്ഞതിന് ഉത്തരവായി. ആദ്യത്തെ ശരീരത്തിന്റെ തുഷ്ടിയാണ് സന്തോഷം, മനസ്സിന്റെ തുഷ്ടി ശാന്തി, ആത്മാവിന്റെ തുഷ്ടിയാണ് ആനന്ദാവസ്ഥ. എപ്പോഴും നമ്മളൊരു ആനന്ദ അവസ്ഥയിൽ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾക്കത് കിട്ടുന്നുണ്ട് എപ്പോഴും ഇല്ല. കാരണം കലിയുഗത്തില് ഭൗതിക ലോകത്തിന്റെ ശക്തി അത്രമാത്രം പ്രഭവം. ഈ ഭൗതിക ലോകം, ഭൂമി അത്രയും സുഖമുള്ള സ്ഥലമല്ല. 2 ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. പ്രപഞ്ച സൃഷ്ടാവായ ഭഗവാൻ പറയുന്നത് 2 ശ്ലോകമുണ്ട്. ആരെങ്കിലും 2 ശ്ലോകങ്ങൾ പറഞ്ഞു തരാം. എഗെയിൻ പൂ പറയാൻ പാടില്ല. ദുഃഖാലയം അശാശ്വതം. വെരി ഗുഡ്, എക്സലന്റ്. പ്ലീസ് ഗിവ് എ ബിഗ് ഹാൻഡ് ടു മാതാജി. 8-ാം അധ്യായം 15-ാമത്തെ ശ്ലോകം. മാമുപേത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം ന ആപ്നുവന്തി മഹാത്മാനാം സംസിദ്ധിം പരമാംഗതാഃ. അപ്പൊ ഇത് ഭൂമി ഒരു ദുഃഖ ആലയമാണ്, ദുഃഖങ്ങളുടെ ആലയമാണ്. ഇവിടെ നമ്മള് ആനന്ദം നേടി നടക്കുമ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. കോൺഫ്ലിക്റ്റ് ഒന്ന്, ഉദാഹരണത്തിന് അഗ്നി കത്തിച്ചിട്ടാൽ വെള്ളമൊഴിക്കുന്ന പോലെയാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിനാണെങ്കിൽ തീ കത്തിച്ചിട്ട് അതിൽ വെള്ളമൊഴിക്കുക, കിട്ടുമോ? ഇവിടെ നമ്മൾ സന്തോഷം, ആനന്ദം നോക്കി നടക്കുന്നു. പക്ഷെ ഈ നമ്മൾ വസിക്കുന്ന സ്ഥലം ഒരു ദുഃഖ ആലയമാണ്. പിന്നെ ഒരു സ്ഥലത്തും കൂടെ ഭഗവാൻ പറയുന്നുണ്ട്, ഒരു സുഖമില്ലാത്ത സ്ഥലമാണിത്. എവിടെയാണ്? ഏത് ശ്ലോകം? ആർക്കും കിട്ടിയില്ലെങ്കിൽ നമ്മൾ പൂ പറയുന്നതായിരിക്കും.
ഇമ്പോർട്ടൻറ്റ് ശ്ലോകാസ് ആണ് ഇതൊക്കെ. മറ്റേ കുട്ടികളുടെ ക്ലാസ്സിൽ കോളേജിൽ നിന്ന് ഞാൻ ഡിസ്ട്രിക്റ്റ് ആയിട്ട് പോകാറുണ്ട്. പക്ഷെ ഇതൊക്കെ ഡിവോട്ടീസിന്റെ സത്സംഗമാണ് വെച്ചാൽ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അതുകൂടി ഉണ്ട് ഇപ്പം എൻ്റെ ഒരു ചെറിയൊരു ലക്ഷ്യം. വേറെ ആരെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങൾ ഇസ്കോൺ ഡിവോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു തരാൻ സാധിക്കണം. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇസ്കോൺ ഡിവോട്ടീസിന്റെ വാല്യൂ എത്രമാത്രം അമേരിക്കയിൽ പെട്ടെന്ന് കയറിപ്പോയി എന്നുള്ളത്. ട്രേഡ് സെന്റർ അറ്റാക്ക് എല്ലാവർക്കും അറിയും. ഇപ്പൊ ഉത്തരം നോക്കിക്കോളൂ, ആലോചിച്ചോളൂ. ട്രേഡ് സെന്റർ അറ്റാക്ക് നടന്നു 2001 സെപ്റ്റംബർ 11 ഏകദേശം ഒരു 4000-ഓളം ജനങ്ങൾ ഒരു 3 മണിക്കൂറുണ്ട് അവർക്ക് കെട്ടിടത്തിന് രക്ഷപ്പെടാൻ പോലും പറ്റിയില്ല. എല്ലാം കൂടെ ഒരുക്കി 2 വിമാനങ്ങളെ കൊണ്ട് ഇടിച്ചിട്ടാണ് തകർത്തത്. ഒരെണ്ണം താഴെ ഇടിച്ചു, ഒരെണ്ണം മുകളിൽ ഇടിച്ചു. രണ്ടും സ്റ്റീൽ പ്ലേസ് ആണ്. നമ്മുടെ സ്ട്രക്ചർ പോലെ കോൺക്രീറ്റ് അല്ല, സ്റ്റീൽ പ്ലേസിന്റെ സ്പെഷ്യൽ സ്ട്രക്ചർ ആയിരുന്നത്. പെട്ടെന്നൊരു ഭൂമി കുലുക്കം വന്നാലും ആ സ്ട്രക്ചർ ഇങ്ങനെ വളയുള്ളൂ, അത് മുഴുവൻ വീഴില്ല. അങ്ങനെ സ്ട്രക്ചറാണ് ട്രേഡ് സെന്റർ. പക്ഷെ അത് ഉരുകിപ്പോയി. സ്റ്റീല് മോളുന്ന ഹൈ ടെമ്പറേച്ചറിൽ അത് ഉരുകിയപ്പോൾ എല്ലാം കൂടി താഴത്തേക്ക് പെട്ടെന്ന് അല്പനേരം കൊണ്ട് ഉരുകി താഴെ കൊണ്ട് അതിനകത്ത് പെട്ട ഒരുപാട് പേര് മരിച്ചു. അപ്പൊ അവരുടെ കുടുംബാംഗങ്ങൾ രാവിലെ എൻ്റെ അടുത്ത് പിന്നെ ബൈ ബൈ സി യു എന്നും പറഞ്ഞ അച്ഛൻ എവിടെ പോയി, അല്ലെങ്കിൽ ഭർത്താവ് എവിടെ പോയി, അല്ലെങ്കിൽ അമ്മ എവിടെ പോയി, എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. ഗോഡ് ഈസ് ലവ് എന്ന് മാത്രം പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള അച്ഛന്മാരുടെ അടുത്തേക്ക് പോയി അവർ. കാരണം ഒരു വിഷമം വരുമ്പോഴാണ് എല്ലാവരും ദൈവത്തിന്റെ അടുത്തേക്ക് ഓടുന്നത്. അമേരിക്കയില് ആ സമയങ്ങളിൽ ഒരുപാട് പേര് ചെന്നു. ഫാദർ, യു ആർ ടെല്ലിംഗ് ഗോഡ് ഈസ് ലവ്, ഹൂ ഇസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ദിസ്? ആരാണ് ഇതിന്റെ ഉത്തരവാദി? ഞങ്ങളുടെ നവർ നിയർ ആൻഡ് ഡിയർ വൺസ്, ഞങ്ങളെ പ്രിയപ്പെട്ടവര് ഒരു 4 മണിക്കൂറുകൊണ്ട് അപ്രത്യക്ഷരായി. എന്ത് തെറ്റാ അവർ ചെയ്തു? ഇതിന് ഉത്തരവാദി ആരാണ്? ആ സമയത്ത് ദൈവം അവിടെ ഉണ്ടായിരുന്നില്ല. ഒരുപാട് ചോദ്യങ്ങൾ. അമേരിക്കയിലെ ഉത്തരം പറയുമ്പോൾ സൂക്ഷിക്കണം. തെറ്റായിട്ട് ഉത്തരം കൊടുത്താൽ ചിലപ്പോൾ $1 മില്യൺ കോടതി കേസ് വരും, ആ പറഞ്ഞ പള്ളിക്കെതിരെ വരും. അതുകൊണ്ട് അവർ വളരെ വളരെ ശ്രദ്ധാപൂർവം പറഞ്ഞു, ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഇതിന് ഉത്തരവില്ല. അപ്പൊ അവർ ചോദിച്ചു, ഇതിന് ഉത്തരം ആർക്ക് തരാൻ സാധിക്കും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ കുടുംബയിട്ട് മുടിയൊക്കെ മുട്ടയടിച്ച് കാഷായ കൊടുത്തിട്ടുള്ള കുറച്ച് പേരെ കാണുന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് തരാം ഉത്തരം. കർമ്മ ബാഗേജ്. ഈ ജന്മം കൊണ്ട് തീരുന്നില്ല, മുൻ ജന്മങ്ങളിൽ നിന്നുള്ള കർമ്മഭാണ്ഡങ്ങളും പേറിയിട്ടാണ് ഒരു ജീവാത്മാവ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ കർമ്മങ്ങളുടെ ബാഗേജ് അനുസരിച്ച് അവരുടെ പല കർമ്മഫലങ്ങൾക്കും ഒരു പക്ഷേ ഇതായിരിക്കും കാരണം, ഹേതു, ഇങ്ങനൊരു അപമൃത്യു. അപ്പൊ അവർക്ക് വളരെ ബോധിച്ചു, പ്രീവിയസ് ബർത്ത്, മുൻ ജന്മങ്ങൾ, ഈ ജന്മം മാത്രമല്ല. അതുകൊണ്ടാണ് ചിലപ്പോ അംഗവൈകല്യമുള്ള കുട്ടികൾ ജനിക്കുന്നത്, ബുദ്ധി ഉറയ്ക്കാതെ, അങ്ങനെ പലതും. അതിനൊക്കെ ജസ്റ്റിഫിക്കേഷൻ കിട്ടും, ന്യായീകരണം കിട്ടും. ഇത് നിങ്ങൾക്ക് ആരാ പഠിപ്പിച്ചത്? ഇത്രയും നല്ലൊരു കാര്യം, യുക്തി സഹജമായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ആര് പഠിപ്പിച്ചത്? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളുടെ ഫൗണ്ടർ ആചാര്യ ശ്രീലാ പ്രഭുപാദ്. അപ്പൊ അദ്ദേഹത്തിന് അമേരിക്കയിൽ അങ്ങനെയാണ്, എന്ത് കണ്ടുപിടിച്ചാലും ഉടനെ അതിന്റെ ചരിത്രം നോക്കി ഉടനെ പോക്കുണ്ട് റൂട്ടിൽ. അപ്പൊ എങ്ങനെയാണ് സംഭവം? അദ്ദേഹത്തിന്റെ ചരിത്രം എന്താണ്? അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയാണ് പ്രഭുപാദിനെ പറ്റി അവർ കൂടുതൽ മനസ്സിലാക്കി. അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് ധൈര്യം സംഭരിച്ച് ഒരു നാമസങ്കീർത്തനം നടത്തിയ ഒരു സ്ഥലമുണ്ട്. എവിടെയാ? ടോംകിൻസ് പാർക്ക്. അപ്പൊ നമ്മൾ എല്ലാവരും ഓടി അങ്ങോട്ടേക്ക്. അമേരിക്കയിൽ അങ്ങനെയാണ്, ഏത് നല്ലതിനും ചിത്തനൊക്കെ ഓടാൻ ഒരു ആവേശത്തോടെ ഓട്ടാണ്. ടോംകിൻസ് പാർക്ക് പോയി പ്രഭുപാദ് ആദ്യമായിട്ട് പുറത്ത് നാമസങ്കീർത്തനം ചെയ്ത ഒരു മരമുണ്ട് അവിടെ ചുവട്ടിൽ. അത് ഇരുന്നിട്ടുണ്ട്. ആ മരത്തിന്റെ മേലെ ന്യൂയോർക്ക് മേയർ ഒരു പ്ലേക്ക് പതിച്ചു, ഒരു ഫലകം, കോപ്പറിനെ കൊണ്ടൊരു ഫലകം അവിടെ പ്രഭുപാദിനെ ബഹുമാനിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ദേ അപ്രീഷിയേറ്റ് വളരെയധികം. ഇപ്പോ നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമാണുള്ളത്. ഇത് പഠിക്കണം, വളരെ ഭവ്യതയോടെ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. എനിവേ, കമ്മിങ് ബാക്ക്, ആനന്ദാവസ്ഥ. എപ്പോഴും നമ്മൾ ആനന്ദാവസ്ഥയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മൾ വസിക്കുന്ന ഭൂമി ആനന്ദാവസ്ഥയ്ക്ക് അത്ര പറ്റിയതല്ല. കാലാവസ്ഥ ഒക്കെ നോക്കിക്കോളൂ, ചൂട് കൂടി വരികയാണ്, വേർത്ത് കുടിച്ചാണ് നടക്കുന്നത്. രണ്ടാമത്തെ 2 സ്ഥലത്ത് പോകാൻ പറയുന്നുണ്ട്. ഒന്ന് 8-15, രണ്ടാമത്തത് 9-32. പ്രഭുജി തന്നെ പറഞ്ഞോളൂ. കിം പുനർ ബ്രാഹ്മണ പുണ്യ ഭക്ത രാജശ്രേഷ്ഠത അനിത്യം അസുഖം ലോകം. 9-33-34 ആണെന്ന് എന്റെ ഓർമ്മ. 33-34, 33, 9-33. കാരണം ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള ഭഗവാൻ തന്നെ പറഞ്ഞു തരുന്നു, ഇതത്ര സുഖമുള്ള സ്ഥലമല്ല. അപ്പൊ ചിലര് ചോദിക്കും, അങ്ങനെയാണ് പിന്നെ ഭഗവാൻ എന്തിനാ ഇതൊക്കെ സൃഷ്ടിച്ചുണ്ടാക്കി? ഈ ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. അങ്ങനെയാണ് നിങ്ങളെ ഭഗവാൻ എന്താ ഭയങ്കര ക്രൂരനാണോ?
ഇതൊക്കെ എന്തിനാ ഉണ്ടാക്കിയിട്ടത്? ഞാൻ പറഞ്ഞ എനിക്കറിയില്ല, ഭഗവാനോട് നേരിട്ട് ചോദിച്ചോളൂ. ഞാൻ ആക്ച്വലി സീരിയസ് ആയിട്ട് പറഞ്ഞത് തന്നെ, ഭഗവാനോട് നേരിട്ട് ചോദിച്ചോളൂ. കാരണം ഈ ചോദ്യങ്ങളൊക്കെ ഞാനും കുറെ ചോദിച്ചതായിരുന്നു. അപ്പൊ എനിക്ക് കിട്ടിയ മറുപടി ജപിച്ചോളൂ എന്നാ പറഞ്ഞത്. ജപം കൊണ്ടെല്ലാം കിട്ടും. പിന്നെ വേറൊരു സ്ഥലത്ത് ഭക്തി ഭൃഗ ഗോവിന്ദ മഹാരാജ് പറഞ്ഞത് ഭാഗവതം വായിക്കൂ, ഭാഗവതം വിൽ ഗിവ് ഓൾ ആൻസേഴ്സ് ടു യുവർ ക്വസ്റ്റ്യൻസ്. അതൊരു സത്യസന്ധമായിട്ടുള്ള ചോദ്യമായിരുന്നു. അപ്പോ നമുക്ക് ഒരാളോട് നിരന്തരം ചോദിക്കാം. ഒരു ഇന്റർ കോണ്ടിനെന്റൽ സ്പിരിച്വൽ ഡയലിംഗ് എന്ന് പറയാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് നമ്മൾ അറിയാതെ പോകുന്നത് നേരെ ഭഗവാന്റെ അടുത്തേക്ക്. നടുത്ത് യാതൊരു മീഡിയേറ്ററും ഇല്ല. ജപിക്കുന്ന ഒരു വ്യക്തിക്ക് നടുവിൽ വേറെ യാതൊന്നുമില്ല, നേരെ ഭഗവാന്റെ അടുത്തേക്കാണ് പോകുന്നത്. കഷ്ടപ്പാട് തന്നും ഇത് ഭഗവാനോട് നേരിട്ട് ചോദിക്കണം. നമുക്ക് അതിനുള്ള ആൻസർ ഉണ്ട്. അത് ഭഗവാനോട് ചോദിക്കണം. എങ്ങനെ ചോദിക്കാം? ഭഗവാനോട് നേരിട്ട് ചോദിക്കാനോ? അതാ ജപിച്ചോണ്ടിരുന്നോളൂ, ആൻസർ കിട്ടിക്കൊണ്ടിരിക്കും. സിമ്പിൾ. അത് ഏത് ഇനിയിപ്പോ ഒരു ശ്ലോകം പോലും അറിയില്ലെങ്കിൽ പ്രശ്നമില്ല, എല്ലാത്തിനും ഉത്തരം കിട്ടിക്കൊണ്ടിരിക്കും. അത് കിട്ടിയിട്ടുണ്ടല്ല. പൂന്താനത്തിന് പിന്നെ നമ്മുടെ സംസ്കൃത പണ്ഡിതനായിട്ടുള്ള ഭട്ടതിരിപ്പാട് അവഹേളിച്ചു. അറിയാലോ കഥ. പൂന്താനം മലയാളത്തിലാണ്, അദ്ദേഹം സംസ്കൃത പാണ്ഡിത്യം. അപ്പോ ഭട്ടതിരിപ്പാട് സംസ്കൃതത്തിന് വളരെ പണ്ഡിതനാണ്. അപ്പോ പത്മനാഭോ മരപ്രഭു എന്ന് എഴുതിയിരുന്നു. എന്റെ ഓർമ്മ ശരിയാണ്, ഞാൻ തെറ്റാണ് പറയുന്നത്, ഒന്ന് കറക്റ്റ് ചെയ്യണം. പത്മനാഭോ മരപ്രഭു, ആക്ച്വലി അമരപ്രഭു എന്നാ പറയേണ്ടിരുന്നത്. അപ്പോ പൂന്താനത്തിനെ കളിയാക്കി എന്ന് പറയുന്നു. ഒന്ന് ഇതേപോലെ കളിയാക്കി, മരപ്രഭു അല്ല അമരപ്രഭുവാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ സാധു ബ്രാഹ്മണൻ ഒരു വിഷമം വന്നു. ഒരു വിഷമം ഞാനൊരു വേറൊന്നല്ല, പറഞ്ഞ ആളുടെ ദേഷ്യമല്ല, ഞാൻ ഇത്ര ഒരു വിഡ്ഢിയായി പോയല്ലോ എന്നൊരു ധാരണ. പക്ഷെ അന്ന് റിവിലേഷൻ ഉണ്ടായി ഭഗവാൻ തന്നെ. ഞാൻ മരങ്ങളുടെയും പ്രഭുവാണ്. അമരപ്രഭു മാത്രമല്ല, അമരൻ എന്ന് വെച്ചാൽ എന്താണ്? ദേവന്മാർ. ദേവന്മാരാണ് അമരന്മാര്. പത്മനാഭോ അമരപ്രഭു, പത്മനാഭ അമരപ്രഭു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ മരങ്ങളുടെയും പ്രഭുവാണ്. പിന്നെ മരങ്ങളുടെ ദൈവം ആരാ? വേറെ ആരൊക്കെയാണ്? ഭഗവാൻ തന്നെ. ഇതിന് അപ്പോ അതാണ് നമ്മള് പിന്നെ ഗുരുവായൂര് ആ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിന്റെ അകത്ത് മരത്തിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അത് ഇതിന്റെ ഇതായിട്ടാണ്. ഇനി പ്രഭു അവിടെ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ശ്രദ്ധിച്ചോളൂ. മരത്തിന്റെ മേലെ അത് ഈ മരപ്രഭു എന്നുള്ളതാണ്. പിന്നെ വേറൊരു റിവിലേഷൻ ഭട്ടതിരിപ്പാടിന് കിട്ടിയത്, ഭട്ടതിരിപ്പാടിന്റെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം പൂന്താനത്തിന്റെ ഭക്തിയാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാല് വലിയ ജ്ഞാനവും പാണ്ഡിത്യൊന്നും വേണ്ട. ഭഗവാൻ ഏറ്റവും ഇഷ്ടം ഭഗവാന്റെ സ്നേഹത്തോടെ പെരുമാറുന്നവരാണ്. പിന്നെ ഭഗവാനോട് സ്നേഹത്തോടെയും ഒക്കെ പെരുമാറുന്ന ആൾക്കാർക്ക് മറ്റുള്ളവരോട് സ്നേഹമില്ലാതെ പെരുമാറാൻ പറ്റും. ഭോക്താരം യജ്ഞ തപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം നാത്വാ മാം ശാന്തി പൃച്ഛതി. 5-ാം അധ്യായത്തിൽ അവസാനത്തെ ശ്ലോകമാണ്. അപ്പോ ഞാൻ ചിലരോട് മാത്രമേ സ്നേഹത്തോടെ പെരുമാറുള്ളൂ, അവരുടെ സ്ഥാനമൊക്കെ നോക്കിയിട്ട്. അല്ലാത്തവരൊക്കെ എനിക്ക് എന്റെ ഗ്രേഡിന് പറ്റിയതല്ല, അങ്ങനെയുള്ളവരെ ഭഗവാൻ ഇഷ്ടമല്ല. അവര് സ്വന്തം ഭക്തന്മാരാണെങ്കിൽ ഭഗവാൻ വേഗം അവരെ ചെവി പിടിച്ചു നിർത്തിയിട്ട് ശരിയാക്കി വിടും. തീരെ പറ്റാത്ത ആൾക്കാർക്ക് ഗത കൊണ്ട് നല്ലൊരു അടിയും കൊടുക്കും, ചതഞ്ഞു പോകുന്ന പോലെ. സ്വന്തം വേണ്ടപ്പെട്ട കുട്ടികളാണെങ്കിൽ ചെവി പിടിച്ച് തിരിക്കുകയുള്ളൂ. അത് അർജുനന് കിട്ടിയിട്ടുണ്ട്, നാരദ മഹർഷിക്ക് കിട്ടിയിട്ടുണ്ട്, ഗരുഡന് കിട്ടിയിട്ടുണ്ട്, ഇവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിവേ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക്, അടുത്ത സ്ലൈഡിലേക്ക്. ആനന്ദ അവസ്ഥയിലാണ് നമ്മൾ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ശരീരമല്ല, മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ശരീരമല്ല, ജീവാത്മാക്കളാണ്. അതാ ശ്ലോകമുണ്ട്. വാസാംശി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. അതിലേക്ക് ഞാൻ പോകും. നെക്സ്റ്റിലേക്ക് പോകാം, അടുത്ത ശ്ലോകത്തിലേക്ക്. ഇനി നമ്മുടെ ശരീരത്തിന്റെ ഘടന. അപ്പോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ജീവാത്മാക്കളാണ്. നമ്മുടെ 3 ഗുണങ്ങൾ സച്ചിത് ആനന്ദം. നമ്മൾ എപ്പോഴും ആനന്ദാവസ്ഥയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഈ നമ്മൾ വസിക്കുന്ന സ്ഥലം അത്ര സുഖമില്ലാത്തതുകൊണ്ട് നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുകൾ നമ്മളുടെ വഴിയിലേക്ക് വരുന്നു. ഇനി നമ്മൾ ശരീരം കിട്ടിയിട്ടുള്ള ശരീരത്തിന്റെ ഘടന എന്താന്ന് നോക്കാം. അതാണ് അടുത്തായിട്ട് അറിയേണ്ട കാര്യം. ഇത് 7-ാം അധ്യായത്തിലെ 4-ാമത്തെ ശ്ലോകമാണ്. ഇത് ഓരോരോ സ്റ്റേജ് ആയിട്ട് പോവാം. ഓരോ എടുത്തോളൂ.
ആർക്കെങ്കിലും അറിയോ 7th chapter 4th ശ്ലോക? അറിയുന്നവരൊന്ന് ചൊല്ലുക. കാരണം അറിയേണ്ടതാണ്. നമ്മുടെ ശരീരത്തിന്റെ ഘടന ഇതിലാ പറഞ്ഞിരിക്കുന്നത്. കുട്ടികള് ആരാ പറഞ്ഞത്? ഭൂമി രാപോ അനലോ വായു ഖം മനോബുദ്ധിരേവച അഹങ്കാരേതിയമേ ഭിന്നാ പ്രകൃതിരഷ്ടത. അത് ഓരോന്നോരേ വരുന്നില്ല അല്ലെ, ഒറ്റയടിക്ക് വന്നു. ഓക്കെ, അതിലേക്ക് തന്നെ പൊക്കോളൂ. പ്രീസീഡിങ് ഇനി 8 ഘടകങ്ങളുണ്ട്. അല്ല, 5 കൃത്യമായിട്ട് വന്നിട്ടില്ല, കുറച്ച് മുകളിലേക്ക് ആക്കേണ്ടി വരും. ഏറ്റവും താഴെ ഭൂമി. ഈ ഭൂമിയിൽ വസിക്കുന്നവരുടെ ശരീരത്തിന്റെ ഏറ്റവും വലിയൊരു എലിമെന്റ് ആണ് ഭൂമി ഭാഗം. അടുത്തത് വെള്ളം, പിന്നെ അഗ്നി, പിന്നെയാണ് വായു, അതിന് മുകളിൽ ആകാശം. ആകാശത്തിന് സ്കൈ എന്ന് പറയും. പക്ഷെ സ്കൈ എന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെ ആ പൂർണ്ണ അർത്ഥത്തിലേക്ക് എത്തുന്നില്ല. ധർമ്മത്തിന്റെ ഒരു ട്രാൻസ്ലേഷനായിട്ട് റിലീജിയൻ എന്ന് പറയാറുണ്ട്. റിലീജിയൻ ശരിക്കും ശുദ്ധമായിട്ടുള്ളൊരു തുല്യമായിട്ടുള്ളൊരു വിവർത്തനമല്ല. ഇറ്റ്സ് നോട്ട് എ 100% ട്രാൻസ്ലേഷൻ. റിലീജിയൻ, മതത്തിന് പരിമിതികളുണ്ട്, ധർമ്മത്തിന് പരിമിതിയില്ല. ധർമ്മം എല്ലാ മനുഷ്യർക്കും ബാധകമാണ്. മതം ഒരാള് പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്നവരുടെയാണ് ആ മതത്തിൽപ്പെട്ടവർ. ഹിറ്റ്ലർ മതം യൂറോപ്പിൽ 2nd വേൾഡ് വാർ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു മതമാണ്. മതം എന്ന് വെച്ചാൽ സ്ഥാപിച്ചിട്ടില്ല. പക്ഷെ ജർമ്മനിയിൽ മൊത്തം ഹിറ്റ്ലർ മതമായിരുന്നു. എന്തായിരുന്നു ഹിറ്റ്ലറുടെ മതം? അഭിപ്രായം. മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായം എന്നാണ് അർത്ഥം. ഹിറ്റ്ലറുടെ അഭിപ്രായ പ്രകാരം ജൂതന്മാരെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യണം. പിന്നെ വളരെ താഴ്ന്ന രീതിയിലുള്ള ജനവിഭാഗങ്ങളുണ്ട്. ജിപ്സികള്, സെർബോക്രോട്സ്, അങ്ങനെ കുറച്ച്. നീഗ്രോകളെ കുരങ്ങിന് അതുല്യമായിട്ട് അദ്വൈതിച്ചു. നീഗ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരല്ല, കുരങ്ങുകളാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്. അവരെ മനുഷ്യരായി കണക്ക് കൂട്ടാൻ ഹിറ്റ്ലർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ വേറെന്തായിരുന്നു അദ്ദേഹത്തിന് വേറെ മതം? ഞങ്ങൾ ജർമ്മൻസ്, ആര്യന്മാര്, ആര്യൻ സുപ്രീമസി. ഒരു തെറ്റായ ഒരു ധാരണയും കൊണ്ടുവന്നു. ആര്യന്മാരെന്ന് പറഞ്ഞാൽ പേർഷ്യ, ഈ കാണുന്ന പേർഷ്യനും, സോറി നോട്ട് പേർഷ്യ, പ്രഷ്യ. പ്രഷ്യ എന്ന് പറയും ജർമ്മനിലെ ഒരു പ്രവിശ്യാണ് പ്രഷ്യൻസ്. സ്വർണ്ണ തലമുടിയും നല്ല എന്താ പറയുന്നത്, നല്ല തിളങ്ങുന്ന സ്വർണ്ണ വർണ്ണത്തിലുള്ള വെള്ള നിറം, ആ നിറത്തിലുള്ള ഞങ്ങളാണ് ശരിക്കും ആര്യന്മാര്. ആൽപ്സ് പർവ്വതം നിരയെന്നാണ് ഞങ്ങളുടെ ഉത്ഭവം. ഇങ്ങനെയൊക്കെയുള്ള ചില സത്വസിദ്ധാന്തങ്ങളും അദ്ദേഹത്തിന്റെ മതത്തിന്റെ അഭിപ്രായത്തിലുണ്ടായിരുന്നു. അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഡെത്ത് സ്ക്വാഡ്സിനെ ഉണ്ടാക്കി. ഈ പ്രകാരം അനുസരിക്കില്ല എന്നുണ്ടെങ്കിൽ ആ ആൾക്കാരെ തട്ടിക്കളയാം. SS എന്നൊരു സ്പെഷ്യൽ ബ്രിഗേഡ് ഉണ്ടാക്കിയിരുന്നു. ബ്രിഗേഡ് അല്ല, ഇറ്റ് ഇസ് എ റെജിമെന്റ്. റെജിമെന്റ് ബ്രിഗേഡിൽ വലുതാണ്. ഷൂൾട്ട് സ്റ്റാഫൽ എന്നാണ് പറഞ്ഞത്. SS എന്ന് ഇവിടെ കോളറിന് അവർ എഴുതിയിട്ടുണ്ടാവും. ഒരു ദാക്ഷിണ്യമില്ലാതെ കോടിക്കണക്കിന് ആൾക്കാരെ അവർ കൊന്നൊടുക്കിയിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് 33,000 പേരെ ജൂതന്മാരെ കൊന്ന എയ്ക്മാൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് സ്പെഷ്യൽ അവാർഡ് കൊടുത്തു. അവരെ തന്നെ പിന്നെ എന്താ നമ്മളതിന് പറയാ, ഗ്രേവ് എന്നുള്ള എന്താ പറയാ മലയാളത്തില്, ശവക്കലറ, കലറയില്ല പക്ഷെ ശവക്കുഴി. അവരെ കൊണ്ട് തന്നെ അവരെ തന്നെ പറയും ഈ സാധനം എടുത്തോണ്ട് കൈക്കോട്ടല്ല ഷവൽ, അതെടുത്തിട്ട് ചെല്ലും. ആണുങ്ങളെയും പെണ്ണുങ്ങളെയും മാറ്റി നിർത്തും. എന്നിട്ട് എന്ത് ചെയ്യും? അവരുടെ ജൂതന്മാര് വളരെ ധനികരായിരുന്നു. അവരെ വായിക്കകത്ത് സ്വർണ്ണ പല്ലൊക്കെ ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ ആ പല്ലൊക്കെ അതേപടി ഇതൊന്നും കൊടുക്കില്ല, മയക്കാനുള്ള സാധനം കൊടുക്കാതെ പല്ല അടിച്ചു കൊഴിച്ചിട്ട് സ്വർണ്ണൊക്കെ എടുത്ത് മാറ്റും. മുടി മുട്ടയടിപ്പിച്ചിട്ട് ആ മുടി കൊണ്ട് കയറുണ്ടാക്കാം. പിന്നെ അതിനുശേഷം ഇവരെയും കൊണ്ട് നിരത്തി നിർത്തിയിട്ട് ബുള്ളറ്റ് ചെലവാക്കണ്ട. അതിനെന്ത് ചെയ്തു? ഒരു 10 വരെ ഒരേ വരിയായി നിർത്തി അവരെ കൊണ്ട് തന്നെ കുഴി കുഴിപ്പിക്കും. എന്നിട്ട് 10 വരെ നിർത്തിയിട്ട് അല്ലെങ്കിൽ 3-4 വരെ നിർത്തിയിട്ട് ഒറ്റ ബുള്ളറ്റ് ഉണ്ട്. കാരണം ഒരു ബുള്ളറ്റിൽ ഒരു ജൂതൻ അത്രയും ചെലവാക്കണ്ട, ബുള്ളറ്റ് ചെലവാക്കണ്ട. അങ്ങനെ ആൾക്കാരെ എന്നിട്ട് അതിനുശേഷം ഈ അവര് കുഴിയിലേക്ക് വീണ് കഴിഞ്ഞാൽ അതിന്റെ മേലെ ചുണ്ണാമ്പ് നിറച്ചിട്ട് അടുത്ത ലെയർ ഓഫ് ജൂതന്മാർ. അങ്ങനെ 3 ദിവസം കൊണ്ട് 33,000 പേരെ കൊന്ന റെക്കോർഡിട്ട് ഐക്മാൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് അവാർഡും കൊടുത്തു. ഹിറ്റ്ലർ പറഞ്ഞ പ്രകാരം ചെയ്താണ്. പിന്നെ അങ്ങനെ പക്ഷെ ഹിറ്റ്ലർ ഇല്ലാതെയായി. അവസാനം എന്താ ഉണ്ടായത്? ഹിറ്റ്ലർ ഇല്ലാതെയായി. ധർമ്മത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമില്ല. മതം എന്ന് പറഞ്ഞാൽ ഒരാളുടെ അഭിപ്രായം. അപ്പൊ ഇവിടെ ആകാശത്തിന് വളരെ വ്യാപ്തമായിട്ടുള്ള അർത്ഥമുണ്ട്. അത് വെറും സ്കൈ എന്ന് മാത്രമല്ല. ഇതാണ് പഞ്ചഭൂതങ്ങളുടെ ശരീരഘടന. പഞ്ചഭൂതാത്മകമായിട്ട് ഒരു മരിച്ച ഒരാൾ കിടക്കുകയാണെങ്കിൽ ഈ 5 ഘടകങ്ങൾ അതിലുണ്ട്. ഡെഡ് ബോഡിയിൽ ഈ 5 ഉണ്ട്. അതുകൊണ്ടാണ് പണ്ട് കാലത്ത്
ഈ 5 ഘടകങ്ങളിൽ മനുഷ്യന്റെ ശരീരത്തിലാണ് കർമ്മദോഷങ്ങളുള്ളൂ, മൃഗങ്ങൾക്കില്ല. ഇപ്പൊ ഒരു പൂച്ച മീൻ തിന്ന് ജീവിക്കുകയാണെങ്കിൽ അതിന് യാതൊരു കർമ്മദോഷവും ഇല്ല. പക്ഷെ മനുഷ്യനെ തിന്ന് ജീവിക്കുകയാണെങ്കിൽ കർമ്മദോഷമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മനുഷ്യ ശരീരങ്ങൾ കത്തിച്ചു കളയുന്നത്. ആ കർമ്മം കൂടി കത്തിപ്പോട്ടെ എന്ന് വെച്ചിട്ടാണ്. അതിന്റെ കൂടെ അഗ്നിക്ക് ഒരുപാട് ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. അഗ്നിയിൽ ഒരു ശരീരം വെച്ച് ദഹിപ്പിച്ചാൽ അതിന് ഒരുപാട് ആ കർമ്മദോഷങ്ങൾ അഗ്നി തന്നെ ശുദ്ധീകരിക്കും. പണ്ട് കാലത്ത് വേദിക് സമ്പ്രദായ പ്രകാരമായിരുന്നു ലോകത്ത് എല്ലാ സ്ഥലത്തും നടന്നിരുന്നത്. ട്രോയ് എന്ന് പറഞ്ഞ സിനിമ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ട്രോയ്, TROY. അതില് ആ മഹാഭാരത രീതിയിലാണ് അവരുടെ യുദ്ധം. പരശുരാമന്റെ കാലത്ത് ഒരുപാട് രാജാക്കന്മാർ ഭാരതം വിട്ട് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അവര് ലോകത്ത് പല സ്ഥലത്തും വേദിക് സമ്പ്രദായ പ്രകാരം രാജ്യഭരണം നടത്തിയിരുന്നു. അതിന്റെ ദൃഷ്ടാന്തമാണ് ട്രോയ് സിനിമ കണ്ടു കഴിഞ്ഞാൽ. അതിലെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പറയും ആരുമായിട്ട് യുദ്ധം ചെയ്യണം, അതേപോലെ തന്നെ യുദ്ധം നിർത്താം അവർ പറയുന്നുണ്ട്. അതിനുശേഷം ശരീരം ദഹിപ്പിക്കും. ഇവിടെ നമ്മൾ വൈതരണി നദി കടക്കുന്നത് പോലെ തന്നെ അവരുടെ കഥയിലും ഒരു നദി കടക്കണം. അതിന്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആ കടത്തുകാരന് കൊടുക്കാൻ 2 കോയിൻ, 2 നാണയങ്ങൾ കണ്ണിൽ വെച്ചിട്ടാണ് അവർ ദഹിപ്പിക്കുന്നത്. എന്തോരം സാമ്യം നോക്കും. പിന്നീട് ഈ ദഹിപ്പിക്കുന്ന പ്രക്രിയ മാറി കുഴിച്ചിടൽ തുടങ്ങിയത് ജെറുസലേമിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള മതങ്ങളുടെ കാരണമാണ്. അതിന് കാരണമുണ്ട്. ജെറുസലേമിൽ ഞാൻ 15, 3, 19 വർഷത്തോളം ജോലി ചെയ്ത മിഡിൽ ഈസ്റ്റിലും മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. ആ മണ്ണിൽ ഗന്ധകത്തിന്റെ അളവ് വളരെ കൂടുതലാണ്. ഒരു ചീഞ്ഞ് നാറിയ എന്തെങ്കിലും ഒരു ഡീക്കേഡ് പറഞ്ഞാൽ നമ്മുടെ വേസ്റ്റ്, ഇപ്പം ആനിമൽ വേസ്റ്റ്, എന്ത് സാധനവും ആ മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 2 ദിവസം കൊണ്ട് അത് പൊടിഞ്ഞ് ശുദ്ധിയായിരിക്കും. കത്തിക്കേണ്ട ആവശ്യം പോലും വരില്ല. ദുർഗന്ധം പോലും ഉണ്ടാവില്ല. ആ മണ്ണിന് അത്രയും ശക്തിയാണ്. അവിടെ വിറകില്ല. പാചകം ചെയ്യാൻ വിറകില്ലാത്ത സ്ഥലത്ത് എങ്ങനെ ശരീരം കത്തിക്കാൻ വിറക് ഉപയോഗിക്കും? കുടിക്കാൻ വെള്ളമില്ലാത്ത സ്ഥലത്ത് എങ്ങനെ നമ്മൾ കുളിക്കാൻ വെള്ളം ഉപയോഗിക്കും? മരുഭൂമിയാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ ഒരു മരുഭൂമിയുടെ ഭാഗമായിട്ടുള്ള ജീവിത രീതിയാണ്. അവിടെ ജീവിത രീതി വ്യത്യസ്തമാണ്. അവിടെ ശരീരം ദഹിപ്പിക്കുന്നതിന് പകരം കുഴിച്ചിട്ടാലും മതി. അഗ്നി തുല്യമാണ് മണ്ണ്. പിന്നെ ജെറുസലേമിൽ നിന്നുള്ള ആ രീതി റോമിലെത്തി. റോമിൽ അതിനു ശേഷമാണ് എല്ലാവരുടെയും ആ ഒരു ബറിയൽ സിസ്റ്റം വന്നത്. ഇപ്പൊ തിരിച്ചു വീണ്ടും എല്ലാവരും ദഹിപ്പിക്കലേക്ക് പോയി തുടങ്ങി പാശ്ചാത്യര്. ഇസ്ലാമും അതേപോലെ തന്നെയാണ്. അതിലും അതുപോലെ തന്നെ ഈ ഒരു അവിടെ വിറകില്ലാത്ത സ്ഥലത്താണ് നേരെ മരുഭൂമിയിൽ കുഴിച്ചിട്ടാൽ മതി. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഡെഡ് ബോഡി എടുത്തിട്ട് വെള്ളമുള്ള വയൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ ബോഡി അഴുകിയിട്ട് അതിനൊരു ഒരു ലായനി വരും. അത് കിണറുകളിലേക്ക് പോയി പിന്നെ കുടിക്കാൻ പറ്റില്ല വെള്ളം. അതുകൊണ്ടാണ് ഇവിടെ പലരും പ്രക്ഷോഭം നടത്തുന്നത്. സെമിത്തേരി വെക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിന് കാരണം എന്താണ്? കാരണം ഡെഡ് ബോഡി നിന്ന് അഴുകിയിട്ട് ഒരു പെർട്ടിക്കുലർ കെമിക്കൽ വരും. അതിന് ഏകദേശം 20 മടങ്ങ് വെള്ളവുമായിട്ട് അഫിനിറ്റി ഉണ്ട്. 20 times ഇറ്റ്സ് ഗോട്ട് അഫിനിറ്റി ടുവേർഡ്സ് വാട്ടർ. അതിന് അഴുകിയ വെള്ളം കിണറുകളിലേക്കാണ് ഒഴുകുന്നത്. അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. മാത്രമല്ല മൃതശരീരത്തിനോട് പിന്നെ ആർക്കും ഒരു അവഹേളനം നടത്താൻ പറ്റില്ല. അതുകൊണ്ട് അതിന്റെ കാര്യം ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് ഇംഗ്ലീഷ് രാജവംശക്കാരെ ഓടിച്ചിട്ട് ഇംഗ്ലണ്ടിൽ ഏറ്റവും നന്നായിട്ട് ഭരിച്ച ഒരു രാജാവുണ്ടായിരുന്നു. രാജാവായിരുന്നു, ഒരു പ്രഭുവായിരുന്നു, ഒലിവർ ക്രോംവെൽ. അദ്ദേഹം ഇംഗ്ലണ്ട് ഭരിച്ചത് രാജാവ് എന്നുള്ള പേരിലല്ല. അദ്ദേഹം ഭരിച്ചത് നമ്മുടെ ഇവിടെ പത്മനാഭദാസൻ എന്ന് പറഞ്ഞ തിരുവിതാംകൂർ രാജാക്കന്മാര് ഭരിച്ച പോലെ ഒലിവർ ദി ക്രോംവെൽ, സെർവന്റ് ഓഫ് ലോർഡ് ജീസസ് എന്ന് പറഞ്ഞാണ് ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഭരണകാലമായിരുന്നു ഇംഗ്ലണ്ടിൽ ഏറ്റവും നല്ല ഭരണകാലം. പക്ഷെ അതിനുശേഷം ആ മഹത് വ്യക്തിക്ക് ശേഷം അത് പിന്തുടരാൻ അവിടെയുള്ളവർക്ക് സാധിച്ചില്ല. രാജവംശം തിരികെ വന്നു. ഒലിവർ ക്രോംവെലിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെയൊക്കെ വധിച്ചു, ഭരണം തിരിച്ചെടുത്തു. അവർ ഒലിവർ ക്രോംവെലിനോട് പ്രതികാരം തീർത്തത് അദ്ദേഹത്തിന്റെ കുഴിച്ചിട്ട ശരീരം എടുത്തിട്ട് തൂക്കിക്കൊന്നു. വീണ്ടും 2ാമത് തൂക്കി. അത്ര നിഷ്ഠൂരന്മാരാണ് ഇംഗ്ലീഷ് രാജവംശം. ഇതൊന്നും ചരിത്രത്തിലും പല സ്ഥലത്തും ആരും പറയില്ല. അപ്പോ ഒരു മൃതശരീരത്തോട് പിന്നെ ആർക്കും യാതൊരുവിധ അവഹേളനവും നടത്താൻ സാധിക്കില്ല. അത് ദഹിപ്പിച്ചു കഴിഞ്ഞാൽ തീർന്നു. അത് ചാരമെടുത്ത് വെള്ളത്തിൽ കലക്കി ഫിനിഷ്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതാണ് ആ നമ്മുടെ ഭൗതിക ശരീരത്തിന്റെ ഘടന. 3 രീതിയിലാണ് ഭൗതിക ശരീരത്തിന്റെ ഡിസ്പോസൽ ഭാഗവത്തിൽ പറയുന്നത്. 3 4 ഉണ്ടെന്ന് അല്ലേ പോകും. 1 മണ്ണിലേക്ക്, 2 ചാരം, അഗ്നി ദഹിപ്പിക്കുകയാണെങ്കിൽ ചാരം, 3 അമേധ്യം. മറ്റ് ജീവികൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ആ ശരീരം പിന്നെ അമേധ്യമായിട്ടാണ് പോകുന്നത്. പണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്നറിയില്ല, ഒരു
എയർ ഇന്ത്യ വിമാനം കാനഡയിൽ നിന്ന് ഭാരതത്തിലേക്ക് വരുമ്പോൾ സിഖ് തീവ്രവാദികൾ ബോംബ് വെച്ച് അത് സ്കോട്ട്ലൻഡിന്റെ അടുത്തുള്ള ഒരു കടലിൽ വീണു. കനിഷ്ക, എംപറർ കനിഷ്ക, എത്ര പേർക്ക് അറിയാം? ആ കനിഷ്ക സ്കോട്ട്ലൻഡിന്റെ അടുത്ത് സ്രാവുകൾ വളരെയധികം ഉള്ള ഒരു സ്ഥലത്താണ് വീണത്. മുകളിൽ തന്നെ എല്ലാവരും മരിച്ചു. ഇനി താഴെ വീണവരുടെ ശരീരം എടുക്കാന്ന് വെച്ചിട്ട് അവർ പോയി. ഒരു ശരീരം പോലും കിട്ടിയില്ല. സ്രാവുകൾ ഭക്ഷിച്ചു കഴിഞ്ഞു എല്ലാ ശരീരങ്ങളും. സ്വാഭാവികമായിട്ടും അത്രയും മനുഷ്യന്റെ ശരീരം സ്രാവുകൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കും പുറത്തു വരുന്നത്? അമേദ്യമായിട്ടാണ് പുറത്തു വരുന്നത്. ഭാഗവതത്തില് ഇങ്ങനെയാണ് ഈ ശരീരത്തിന്റെ ഡിസ്പോസൽ. ഡിസ്പോസൽ എന്നുള്ള എന്താ മലയാളത്തിൽ പറയാം? അതിന്റെ അളവുണ്ട്. ചിലർക്ക് മനസ്സിന് നല്ല ശക്തിയായിരിക്കും. അവരുടെ മനസ്സിന്റെ സൂക്ഷ്മ ശരീരഭാഗം വളരെ കൂടുതലായിരിക്കും. വലിയ ബുദ്ധിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവരതിനെ നേരിടാൻ തയ്യാറാണ്. ഗ്രാമപ്രദേശങ്ങളിൽ കാണാം ഇത്തരം വ്യക്തികൾ, മലയോരങ്ങളിലും കാണാം. കാരണം പ്രകൃതിയുമായിട്ട് യുദ്ധം ചെയ്ത് ജീവിക്കുന്നവരാണ് മലയോരങ്ങളിലുള്ള ആൾക്കാർ, വ്യക്തികൾ. അവർ ചെറുകിട പ്രശ്നങ്ങളൊന്നും വന്നാൽ അവർ അണങ്ങില്ല. നല്ല മാനസിക ശക്തിയായിരിക്കും. ശരീരശക്തി കൊണ്ട് മനസ്സിന് നല്ല ശക്തിയായിരിക്കും. വലിയ ബുദ്ധിയൊന്നും കാണില്ല പൊതുവെ. അതിന് കാരണം ഈ ഒരു സൂക്ഷ്മ ശരീരം, മനസ്സിന്റെ ദൗര്യം വളരെ സ്ട്രോങ്ങായിരിക്കും. ചിലർക്ക് മനസ്സിന് വലിയ ശക്തി ഉണ്ടാവില്ല. പക്ഷെ ലോകത്തുള്ള ഏത് കൊടിയ പരീക്ഷ കൊടുത്താലും എഴുതി പുഷ്പം പോലെ പാസ്സായി വരും. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ചാർട്ടേഡ് അക്കൗണ്ട് ഫ്രണ്ട്സിന്റെ കീഴിൽ. ഏത് പരീക്ഷയും CA, ചാർട്ടേഡ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറീസ്, കോസ്റ്റ് അക്കൗണ്ടിങ്, അത് കഴിഞ്ഞിട്ട് അനാലിറ്റിക്കൽ റിവ്യൂ, റാങ്കോടെയാണ് പാസ്സായി വരുന്നത്. പക്ഷെ ചെറിയൊരു വടിയെടുത്തിട്ട് പേടിച്ചു മാറും. പേടിത്തുണികളിലേക്ക്. ബട്ട് മനസ്സിന് ശക്തി കുറവാണ്. ബുദ്ധി അസാധ്യ ശക്തിയാണ്. ചിലർക്ക് ബുദ്ധിയും മനസ്സും ശക്തിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ അഹങ്കാരം നല്ല ഒരു വിധത്തിൽ എടുക്കാൻ പറ്റില്ല. അത് ഞാൻ 19 വർഷം ജോലി ചെയ്ത അറേബ്യയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറിയ കാര്യം മതി അവർക്ക് അപ്സെറ്റ് ആവാൻ വേണ്ടി. അവരിങ്ങനെ നമ്മൾ സുഖിപ്പിച്ചു കൊടുത്താൽ ഭയങ്കര സന്തോഷമാണ്. എത്തുവേണം എടുത്തു തരും. അതുകൊണ്ടാണ് ഇവിടെ യൂസ്ലെസ് ആയിട്ടുള്ള പലരും മിഡിൽ ഈസ്റ്റ് പോയിട്ട് പെട്ടെന്ന് സക്സസ്ഫുൾ ആയി വരുന്നത്. അറബിയുടെ വിശ്വസ്തനാവുന്നത് അങ്ങനെയാണ്. കാരണം അവർക്ക് അറിയാം എവിടെയാ നടപടി കൊടുക്കേണ്ടത്. ഇവർ നല്ല ഉദ്യോഗമാരാ. നാട്ടുകാർ പിരിവെടുത്തിട്ടായിരിക്കും ഇവരെ ഗൾഫിലേക്ക് അയച്ചിട്ടുണ്ടാവുക. നാട്ടിൽ നിന്നുള്ള ഉപദ്രവം തീരട്ടെ വെച്ചിട്ട്. അവിടെ എത്തിയപ്പോൾ വരുന്ന പിന്നെ തന്നെ രാജാവായിട്ടാണ് വരുന്നുണ്ടാവുക. കാരണം ഈ അറബികളെ പറ്റിക്കാൻ അവൻ അറിയാം. അവരെ പറ്റിക്കാൻ എളുപ്പമാണ്. 100% പറ്റിക്കാന്നല്ല ഞാൻ പറഞ്ഞിട്ട്, ദൈവം തന്നെ കൊട്ടിയാൻ പാടില്ല. പക്ഷെ പൊതുവെ ആ സാധുക്കൾ നല്ല മനുഷ്യരാണ്. ഞാൻ ജോലി ചെയ്തിട്ടുള്ള കണ്ടിട്ടുള്ള ഏറ്റവും നല്ല വ്യക്തികളെ അവിടെ വെച്ച് പരിചയപ്പെട്ടു. നല്ല മനുഷ്യരാണ്. അവരതേപറ്റി അവർ വിശ്വസിക്കും, പെട്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യും. നമുക്കൊരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നിങ്ങളുടെ കയ്യിലേൽപ്പിക്കും. രണ്ടിന്റെ ആവശ്യമില്ല. എപ്പോഴും നമ്മൾ നോക്കി കലികാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ ദുഃഖിച്ചിട്ടുള്ള ഒരുപാട് അറബികളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഓഡിറ്റിംഗ് പ്രൊഫഷനിൽ നമ്മൾ കാണാം ഓരോ ഫ്രോഡ് വരുമ്പോൾ അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റീവാണ് മനസ്സിലാകുന്നത്. അവസാനം നോക്കുമ്പോൾ ഇവർ 100% വിശ്വസിച്ച ഒരാളെ ഏൽപ്പിച്ചതിന്റെ കുഴപ്പമാണെന്ന് മനസ്സിലാകും. ഞങ്ങൾ പറയും, എന്നിട്ട് നിങ്ങൾ ആരും ഇങ്ങനെ 100% വിശ്വസിക്കരുത്, സിസ്റ്റം ഓറിയന്റഡ് ആക്കിക്കണം. അപ്പോ അഹങ്കാരം, ഞാൻ ആണ് കേവൻ. അപ്പൊ ഈ ആൾക്കാരെ പറ്റിക്കാൻ എളുപ്പമാണ്. നിങ്ങൾ ആളുഷാറോ, നിങ്ങൾ മഹാസംഭവമാണ്, അങ്ങനെ കയറ്റി വിട്ടുകൊടുത്താൽ മതി. അവര് വിശ്വസിക്കും. അവരിങ്ങനെ സുഖിപ്പിച്ച് ഇങ്ങനെ വിടും. നമുക്ക് തന്നെ അറിയാം. നമ്മളെ ഇവിടുത്തെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട്. അതില് മുകളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ജീപ്പിന്റെ മുകളിൽ യാത്ര ചെയ്ത അവിടെ ഒരു രാജകുമാരുണ്ട്. അങ്ങനെ സുഖിപ്പിച്ചാൽ മതി, ആ പാർട്ടിയിൽ മുകളിൽ എത്താൻ വരും. ഇപ്പൊ അങ്ങനെയൊക്കെ എവിടെയും യാത്ര ചെയ്യാൻ പറ്റില്ല. അമ്മയുടെ വരെ പണങ്ങിയിട്ട് പോയി എന്നാ പറയുന്നത്. കുറച്ചെങ്കിലും ബുദ്ധിശക്തി ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശരി ഏതാ തെറ്റേതാന്നുള്ളത്. അപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ബുദ്ധിയാണ്, അഹങ്കാരം. ഭഗവാൻ നിരന്തരം പറയുന്നു, ഭഗവാന്റെ കള്ളക്കളി. അവിടെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കള്ളക്കളി മനസ്സിലാകുന്നത്. ഈ അഹങ്കാരത്തിനെടുത്ത് നമ്മൾ ഏറ്റവും ഉച്ചി കൊണ്ടേ പ്രതിഷ്ഠിച്ചതിന് ശേഷം പറയാണ്, നീ എന്നെ അഹങ്കാരത്തിന് നീ ഇല്ലാണ്ടാക്കിയിട്ട് പോവാ. 18-ാം അധ്യായത്തില് ഭഗവാൻ ഭക്തി എന്നിലേക്ക് എങ്ങനെ വരാമെന്ന് പറയുന്ന ശ്ലോകങ്ങളുണ്ട്. 18 ഏകദേശം 53 മുതലാണ്, 53 ഓൺവേർഡ്സ്. അഹങ്കാരം 53, 54, 55 ഏതോ പറഞ്ഞാണ്. തുടങ്ങുന്നത് എങ്ങനെയാണ്? അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം വിമുച്യ നിർമ്മമഃ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമഃ സർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം. അങ്ങനെ ഒരു വ്യക്തിക്ക് എന്റെ ഭക്തി ലഭിക്കുന്നു.
ഭക്ത്യാ മാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശതി തദനന്തരം. അപ്പോ വളരെ എളുപ്പമാണ് ഭക്തി കിട്ടാൻ. അഹങ്കാരത്തിന് അതികടക്കണം. അതേസമയത്ത് അഹങ്കാരികൾക്കുള്ള വിധി ഭഗവാൻ പ്രഖ്യാപിക്കുന്നുണ്ട് 16-ാം അധ്യായത്തിൽ. അഹങ്കാരികൾക്ക് ഞാൻ എന്തൊക്കെയാ വെച്ചിട്ടുള്ളത്? അത് 16-ാം അധ്യായത്തിൽ ആ നമ്പർ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ശ്ലോകം പറഞ്ഞുതരാം. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ മാമാത്മ പരദേഹേഷു പ്രദ്യുഷന്തോപ്യസൂയകാ താനഹം ദ്വിഷദ ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമി അജസ്രം അശുഭാൻ ആസുരീഷ്വേവ യോനിഷു ആസുരിം യോനിമാപന്ന മൂഢാ ജന്മനി ജന്മനി മാം അപ്രാപ്യൈവ കൗന്തേയ തഥോ യാന്തി അധമാം ഗതി. അഹങ്കാരികൾക്കുള്ള ഗതിയാ ഭഗവാൻ പറയുന്നത്, അധമാം ഗതിയാ ഭഗവാൻ പറയുന്നത്. ഒരു വല്ലാത്തൊരു പരീക്ഷണമാണ് ശരി. അഹങ്കാരത്തിനടുത്ത് മുകളിൽ കൊണ്ട് വെച്ചിട്ട് പറയാണ് നീ ഇനി അതിജീവിച്ചിട്ട് പോകും. ഇനി ഏത് മതഗ്രന്ഥം നോക്കിയാലും എല്ലാവരുടെയും ഞാൻ മനസ്സിലാക്കി, എന്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത്, ഒരു സ്ഥലത്തും അഹങ്കാരത്തിന് അപ്രീസിയേഷൻ ഇല്ല. ഉദാഹരണത്തിന് പൊതുവെ പല കാര്യങ്ങളിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം. ഇപ്പൊ തന്നെ IS ഭീകരർ നടത്തുന്ന അക്രമങ്ങൾ പറഞ്ഞാൽ കൊള്ളാൻ പറ്റില്ല. ആളുകള് കഴിഞ്ഞ മിഞ്ഞാത്ത ന്യൂസ് ഉണ്ടായിരുന്നു, 220 ക്രിസ്ത്യൻസിനെ പിടിച്ചുകൊണ്ട് ജയ് അവരെ കഴുത്തിറക്കാൻ വേണ്ടി. അപ്പോ പക്ഷെ അവിടെ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശമുണ്ട്, അഹങ്കാരികൾ എനിക്കിഷ്ടമല്ല. ഐ എം ഷുവർ തീർച്ചയായിട്ടും യേശുദേവൻ ഒരിക്കലും അഹങ്കാരത്തിനെ പോഷിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വെച്ചാൽ ക്ലാസിക് എക്സാമ്പിൾ ആണ്. ഇതിൽ നെക്സ്റ്റ് സ്ലൈഡ് ഉണ്ട്, ആ സ്ലൈഡിലേക്ക് മാത്രം ഞാൻ പോയി. ഇതിലല്ല, ഇതില് പിന്നെ ഇനി അത് ഡീറ്റെയിൽസിലേക്ക് ഇനി പോകുന്നില്ല, ഇത് ടു ഡീറ്റെയിൽ. പക്ഷേ ആങ്കർ മാനേജ്മെന്റ് എടുക്കും. ആങ്കർ മാനേജ്മെന്റ് ഡിഫറെന്റ് ഫൈൽ. ആങ്കർ മാനേജ്മെന്റ് അദ്ദേഹത്തിന്റെ എക്സാമ്പിൾ എടുക്കണം. when he was being crucified അദ്ദേഹം പ്രാർത്ഥിച്ചെന്താണ്? എന്താ യേശുദേവൻ പ്രാർത്ഥിച്ചത്? ഫ്രിജോബു പറയണം, ബാക്കിയുള്ളവർ പറയും, അറിയാൻ നോക്കട്ടെ. യേശുദേവൻ എന്താ കുരിശി കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചത്? എന്താ? കറക്റ്റ്. ഈ ചെയ്യുന്ന ആൾക്കാർക്ക് മാപ്പ് നൽകണം, ഇവർ ചെയ്യുന്നത് എന്താന്ന് ഇവർക്ക് അറിയില്ല. എത്ര പേർക്ക് സാധിക്കും? ഒരു സാധാരണ വ്യക്തിക്ക് സാധിക്കുമോ? അത്രയും ഉന്നത അവസ്ഥയിലുള്ള മഹത് വ്യക്തികൾക്ക് മാത്രമേ സാധിക്കൂ. അപ്പോ അഹങ്കാരത്തിനെ മറികടന്ന് എളിമ. ഇപ്പൊ ഒരു ശ്ലോകമുണ്ട്, ആത്മാനം രഥിനം വിദ്ധി. അതിൽ സ്ലൈഡ് ഉണ്ടായിരുന്നു, പക്ഷെ അത് എല്ലാം പറഞ്ഞ ഒരുപാട് നീണ്ടുപോകും. കഠോപനിഷത്തിന്റെ ശ്ലോകാണ്. നമ്മുടെ ശരീരത്തിലെ രഥത്തിന് തുല്യമാണ് ഭൂമിക്കുന്നത്. 6-ാം അധ്യായത്തിലെ 34-ാമത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നത് ഈ ശ്ലോകം. 6-ാം അധ്യായം 34-ാമത്തെ ശ്ലോകം, അതിലെ ഭാവാർത്ഥത്തിൽ ഈ ശ്ലോകം പറയുന്നുണ്ട്. വിജേഷ് ബാബു ഒന്ന് വായിക്കുന്നത്. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവച ബുദ്ധിം തുസാരഥിം വിദ്ധി മന പ്രാഗ്രഹമേവച ഇന്ദ്രിയാണി ഹയാന്യാഹു വിഷയാംസ്തേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോ ബുദ്ധി മനോ യുക്തം. അതിന്റെ അർത്ഥം ഒന്ന് വായിക്കുവാണോ? The individual is a passenger in the car of a material body, and intelligence is a driver. Mind is a driving instrument, and the senses are the persons. The self is thus the enjoyer or sufferer in the association of the mind and sense. So it is understood by great people. മലയാളത്തിൽ ആർക്കെങ്കിലും അതൊന്ന് വായിക്കാൻ പറ്റും? അവർക്ക് ആ അർത്ഥം മാത്രം, ആ ശ്ലോകത്തിന്റെ കഠോപനിഷത്തിന്റെ അത് എഴുതുന്നുണ്ടോ? ബുക്കുണ്ടോ മലയാളം? ഒന്ന് ഉറക്കെ വായിക്കും. ആത്മാനം രഥിനം വിദ്യയുടെ അർത്ഥം. അല്ലെങ്കിൽ കേൾക്കില്ല. അവിദ്യരായവർ ഇത് മനസ്സിലാക്കുന്നു. മനസ്സിന് വഴി കാട്ടേണ്ടതാണ് ബുദ്ധി. എങ്കിലും തന്റെ ആശയും ബലവും കൊണ്ട് പലപ്പോഴും അത് ബുദ്ധിയെ കീഴടക്കുന്നു. കടുത്ത രോഗബാധ ഔഷധങ്ങളുടെ ശക്തിയെ നമ്മളെ നയിക്കേണ്ട സാരഥി. പക്ഷേ കലിയുഗത്തിൽ വേറൊരാള് എപ്പോഴും ഈ വണ്ടി തെളിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ അദ്ദേഹമാണ്. കലിയുഗത്തിന്റെ പ്രത്യേകതയാണ്. ചെറിയ കാരണം മതി അഹങ്കാരത്തിന് അങ്ങട്
നമ്മളെ കൊണ്ടിട്ട് ദുർഘടത്തിലേക്ക് എത്തിക്കും. അപ്പൊ ഈ ഉദാഹരണം എന്താ പറയുന്നത്? രഥം ശരീരമാണ്, അതിനുള്ളിൽ യാത്ര ചെയ്യുന്ന ആള് ജീവാത്മാവ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ജീവാത്മാവ് നമ്മളെ ഇവിടെയാണ് ഹൃദയരാകുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും പിന്നെ ഞാൻ ചെയ്തിട്ടില്ല എന്നിട്ട് ഇവിടെ കൈവെക്കുന്നത്. ആരെങ്കിലും ഞാൻ ചെയ്തിട്ടില്ല എന്നിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ടോ? ഇല്ലല്ലോ. കാരണം ഇവിടെയാണ് ജീവാത്മാവ് സ്ഥിതി ചെയ്യുന്നത്. അത് ലോകം മുഴുവൻ അതാണ് എന്റെ രീതി. പിന്നെ അത് സൂര്യൻ ഒരു സ്ഥലത്ത് ഉദിച്ച് എല്ലാവരുടെയും രശ്മി എത്തിക്കുന്ന പോലെ ഇവിടെ തൊട്ടാലും നമുക്ക് ആ ജീവാത്മാവിന്റെ വേദന സാന്നിധ്യം അനുഭവപ്പെടും. പിന്നെ മനസ്സാണ് 5 കുതിരകൾ നമ്മളെ ശരീരത്തിനെ വലിച്ചോണ്ട് ഓടുകയാണ്. എന്താണ് ഈ 5 കുതിരകള്? പഞ്ചേന്ദ്രിയങ്ങൾ: ശ്രവണം, ശ്രോത്രം, ചക്ഷുഹു, സ്പർശനം ച, രസനം, ഘ്രാണം ഏവച്ച. 5: കേൾവി, നോക്കല്, തൊടല്, സ്പർശം, സ്മെൽ, ടേസ്റ്റ്. ഈ 5 ഇന്ദ്രിയങ്ങളുടെ കുതിര ശരീരത്തിനെ വലിച്ചോണ്ട് ഓടുകയാണ്. അത് തോന്നിയമാതിരി വലിച്ചോടി കഴിഞ്ഞാൽ രഥം എല്ലാം കൂടി ചിലപ്പോൾ വല്ല ഗലിയിലും വീണ് എല്ലാം ക്രാഷ് ചെയ്യും. അതിന് പോലെ അതിനെ നിയന്ത്രിക്കാനാണ് മനസ്സ്. മനസ്സിനെ കൊണ്ട് ഈ കുതിരകളെ നിയന്ത്രിക്കണം. ആ കടിഞ്ഞാൺ ആരുടെ കയ്യിലാ കൊടുത്തിരിക്കണേ? ബുദ്ധിയുടെ കയ്യിലാ കൊടുത്തിരിക്കുന്നത്. ബുദ്ധിയാണ് അതിന്റെ തേരാണ്. സോ ബ്യൂട്ടിഫുള്ളി സ്ട്രക്ചേർഡ്. പക്ഷേ സൂക്ഷിക്കേണ്ട കാര്യം, ഇത് ഐഡിയൽ സിറ്റുവേഷൻ എന്ന് പറയും. അതായത് നമ്മള് വേണ്ട ഒരു എന്താ ഐഡിയൽ സിറ്റുവേഷൻ എന്നല്ലേ മലയാളം പറയാ? നമുക്കൊരു ഒരു അനുകൂല പരിസ്ഥിതി നമ്മൾ ആഗ്രഹിക്കേണ്ട, വേണമെന്ന് വിചാരിക്കേണ്ട ഒരു പരിസ്ഥിതി അതാണ്. പക്ഷെ 90% സമയത്തും അഹങ്കാരമായിരിക്കും ഭരിക്കുന്നത്. ലഘുവായിട്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ കൂടിക്കൂടി വരിക. കലിയുഗം പുരോഗമിക്കും തോറും അഹങ്കാരത്തിന് കൂടുതൽ പോഷിപ്പ് കിട്ടും. ചെറിയ കാരണം മതി. പണ്ട് കാലത്തൊക്കെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോ ഒക്കെ ഓർമ്മയുണ്ട്, ബസ്സിലൊക്കെ അടുത്തുള്ള ആള് ചിരിക്കും, ഓക്കെ. ഇപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നോക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. സത്യം. അതേപോലെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കാണാം ഓരോരുത്തർ നോക്കിക്കൊല്ലും. ചെറിയൊരു അല്ലെങ്കിൽ അവരുടെ മിസ്റ്റേക്ക് ആയിരിക്കും. എറണാകുളത്ത് അവരുടെ മിസ്റ്റേക്കാണ്. എന്റെ വാഹനത്തിന്റെ മേലെ 8, 9, 10 തവണ വന്ന് ഇടിച്ചിട്ടുണ്ട് ജനങ്ങൾ. പക്ഷെ ഒരു തവണ പോലും ആരും തെറ്റ് സമ്മതിക്കാറില്ല. അവരത് എങ്ങനെയെങ്കിലും നമ്മളുടെ തെറ്റിലേക്ക് ആക്കാൻ നോക്കും. പിന്നെന്ന് വന്ന് ഇടിച്ച ആൾ വരെ വാദിക്കുന്നത് അറിയാം. എല്ലാ വാഹനങ്ങളും വലിയ സ്പീഡിലായിരുന്നു, പിന്നെന്ന് വന്ന് ഇടിച്ച കക്ഷിയാ പറയുന്നത്. ഇന്റർനാഷണൽ ലോ പ്രകാരം ഒരു വാഹനത്തിന്റെ ബില്ല് വേറെ ആൾ ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടിച്ച ആൾക്ക് 100% കിട്ടുക. അയാൾ സമ്മതിക്കാൻ തയ്യാറില്ല. ഹൈവേയിൽ ഇടിച്ചാണ്, അയാൾ നോക്കാതെ വന്നാണ്, അലക്ഷ്യമായിട്ട് ഓടിച്ചു വന്നാണ് ഹൈ സ്പീഡിൽ. ഞാൻ എന്റെ വാഹനം ഭംഗിയായി നിർത്തി. മുമ്പിലത്തെ ലോറി പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു, അതിന്റെ പിന്നിലത്തെ ഓട്ടോ ശരിക്കും നിർത്തി. ഞാൻ ബ്രേക്ക് ചെയ്തു. എന്റെ പിന്നിലെ കാറും നിർത്തി. ഒരു മാരുതി 800 ആയിരുന്നു. അതിന്റെ പിന്നിൽ വന്ന ആള് എവിടെയോ എന്തോ ആലോചിച്ചിട്ട് യാതൊരു ഗതിയിലാണ് വന്നാണ്. ആള് മാരുതി 800 ഇടിച്ചു. മാരുതി 800 പപ്പടം പോലെ പൊടിഞ്ഞു. അത് വന്ന് എന്റെ കാറിൽ ഇടിച്ചപ്പോഴാണ് എന്റെ കാറിന് ഡിക്കി വളർന്നു പറയുന്നത്. അതിന് ഇദ്ദേഹം തെറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് അവർ പറയാൻ എല്ലാ വാഹനങ്ങളും നല്ല സ്പീഡിലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാ വാഹനങ്ങളും സ്പീഡിലായിരുന്നു, പക്ഷെ ഞങ്ങളൊക്കെ നിർത്തി. നിങ്ങൾ മണ്ട ശിരോമണി മാത്രം ഇങ്ങനെ വന്നിട്ട് മറ്റവരമല ഇടിച്ചിട്ടുള്ളൂ പറഞ്ഞു. വേറെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. പോലീസ് പറഞ്ഞു നിങ്ങൾ വാഹനം ഇൻഷുറൻസ് എടുക്കുക നല്ല സാർ, അല്ലാതെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇടേണ്ടി വരും, ഒരുപാട് ബുദ്ധിമുട്ടാണ് നാട്ടിൽ, അങ്ങനെ നിങ്ങളെ പുറത്തുള്ള രീതിയൊന്നും നോക്കണ്ടാവും. ശരി, ഞാൻ ചോദിച്ച വേറെ ആൾ പറഞ്ഞു അത് ഞാൻ സമയം കളയേണ്ടാവും, നമ്മൾ തന്നെ ചിലവർ റിപ്പയർ ചെയ്യും. ഒരു തവണ പോലും ആരും ഇടിച്ച ഒരാളും തെറ്റ് സമ്മതിച്ചിട്ടില്ല. ഒരാൾ തവണ പോലും. അത് അഹങ്കാരാണ് പ്രവർത്തിക്കുന്നത്. ബുദ്ധി പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ എളിമയോടെ സമ്മതിക്കും എന്റെ തെറ്റാണ്. വലിയ പ്രശ്നങ്ങൾ ചെറിയ ഒരു തെറ്റ് സമ്മതം കൊണ്ട് തീർന്നു പോകും. ഏറ്റവും വലിയ പ്രശ്നം ഈ ലോകത്തെ എല്ലാ വീടുകളിൽ നടക്കുന്നത് ഇപ്പൊ കുറവാണ് കേട്ടോ. അമ്മായിയമ്മ മരുമകൾ പോലെ. മരുമകൾ എന്ത് ചെയ്താലും പണ്ട് കാലത്ത്, ഇപ്പൊ അമ്മായിയമ്മക്കാണ് പ്രശ്നം. അമ്മായിമാരെ സൂക്ഷിക്കണം. പണ്ട് കാലത്ത് നേരെ തിരിച്ചായിരുന്നു. മകനെ വലുതാക്കി ഒരു കല്യാണം കഴിപ്പിച്ചിട്ട് വേണം ആ കല്യാണം കഴിഞ്ഞു വരുന്ന പെണ്ണിനെ എനിക്കൊന്ന് തുമ്പീനെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന വരിഷ ഇന്ന വരപ്പിക്കാൻ എന്നുള്ളതാണ് പല എക്സ്പെക്ടേഷൻ, പ്രത്യേകിച്ച് കൂട്ടുകുടുംബത്തിൽ. ഇപ്പൊ നേരെ തിരിഞ്ഞു. എല്ലാ പ്രായമായിട്ടുള്ള അമ്മമാരും ഒറ്റയ്ക്ക് കഴിയണം. അപ്പൊ അഥവാ മകന്റെ അടുത്തൊന്ന് നിന്നാ തിരക്കേണ്ടെന്ന് ആഗ്രഹം പറഞ്ഞാൽ അവിടെ നമ്പർ 1 ഒബ്സ്റ്റക്കിൾ ഈ മകളായിരിക്കും. അമ്മേനെ കൂട്ടിക്കൊണ്ടാനൊന്നും പറ്റും, നിങ്ങൾ വേണമെങ്കിൽ വേറെ താമസിച്ചോളൂ. കരികാലത്തിന്റെ പോക്കാണ്. പക്ഷെ എല്ലാ സ്ഥലത്തും അഹങ്കാരത്തിനെ വളരെ താഴ്ത്തി വെച്ച് ഈ ധർമ്മത്തിന്റെ 4 തൂണ് സത്യം, ദയ, തപശൗചം ഇങ്ങനെ വെച്ച് ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ വളരെ ആനന്ദത്തിലായിരിക്കും. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അങ്ങനെ കിട്ടില്ല. അതിനുള്ള വളരെ 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 എളുപ്പത്തിലുള്ള ഒരു മരുന്നാണ് നമ്മുടെ ഈ ചെറു. ഇന്ന് നമ്മുടെ
അരവിന്ദല്ല പ്രഭുവിന്റെ പേര്, പ്രഭുവിന്റെ പേര് അരവിന്ദ്, സോറി ബാഹുലേൻ. ബാഹുലേൻ പ്രഭു അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടായത് ഈ ജപം തുടങ്ങിയതിനു ശേഷമാണ്. എനിക്കും അത്ര തന്നെ പറയാനുണ്ട്. എന്റെ ജീവിതത്തിലും ഒരുപാട് വിഷമങ്ങളിലും മാറ്റം വന്നത് ഈ ഒരു ജപം തുടങ്ങിയതിനു ശേഷം. പഠിക്കുന്ന കുട്ടികൾ ബെസ്റ്റാണ്, ക്ലാസ്സിൽ ഫസ്റ്റ് ഉറപ്പാണ്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവര് ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരിക്കും, ക്ലാസ്സിൽ ഫേസ്റ്റ് അല്ല. പോക്കിരിത്തരമുണ്ടെങ്കിൽ ആ പോക്കിരിത്തരൊക്കെ പോയത് എങ്ങനെയാണെന്ന് അറിയില്ല. പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട്, അയ്യോ ഈ എന്റെ മോൻ ഇപ്പൊ എന്തൊരു ശാന്തനാണെന്ന് അറിയോ. എന്താ ചെയ്യുന്നത്? 24 മണിക്കൂറും ജപമൊന്നുമല്ല, സത്സംഗം അവിടെ ഇരിക്കും. ഞങ്ങൾ കാണാറുണ്ട് ശരിക്കും, ദുബായിൽ പ്രത്യേകിച്ച് കണ്ടിട്ടാണ്. ഏരിപൊലി സഞ്ചാരികളായുള്ള പിള്ളേർ വരും ആദ്യം സത്സംഗത്തിൽ. അപ്പൊ അതിൽ ഓരോന്ന് എങ്ങനെയാ ചെയ്യണം, എങ്ങനെ പൊട്ടിക്കാനുള്ള എന്തൊക്കെയാണ് നോക്കിയിരുന്നു. ഇവരവിടെ നിന്ന് സത്സംഗത്തിൽ. പക്ഷെ ചിലർ ഞാൻ ടഫായിരുന്നുണ്ടോ കുട്ടികളുടെ അടുത്ത്, എന്താ ശരി സ്നേഹമാണ്, പക്ഷെ ടഫാവേണ്ട അടുത്ത് വളരെ ടഫായി നിൽക്കാറുണ്ട്. ചിലരൊക്കെ പിടിച്ച് എന്റെ അടുത്ത് പിടിച്ചിരുന്നു, അവിടുന്ന് മാറാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ആ പേടി കൊണ്ട് അടുത്ത പ്രാവശ്യം മര്യാദയ്ക്ക് ഇരിക്കും. പിന്നെ അതിനുശേഷം പ്രസാദം. ജപം കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാൻ പോകും. അവർ ഫ്രീ ആയിട്ട് കളിച്ചോട്ടെ, കാരണം കുട്ടികൾക്ക് കളിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഈ ജപം കൊണ്ടുള്ള പ്രത്യേകത എന്താ, ഇവർ ആ ക്ലാസ്സിലൊക്കെ നല്ല ടോപ്പ് ക്ലാസ് ആയിട്ട് വരികയാണ്. നല്ല ബുദ്ധിയുള്ള കുട്ടികൾ വലുതായി വരുന്നതോറും അവരുടെ ആ പെരുമാറ്റത്തിലേക്കുള്ള വ്യത്യാസം അച്ഛനന്മാർക്കൊരു അതിശയമാണ്. പിന്നെന്തായി ഈ കുട്ടികളെ കണ്ടിട്ടാണ് പിന്നെ അച്ഛനന്മാര് ജപിക്കാൻ വരുന്നത്. ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ് കുട്ടികളുടെ സത്യം പറഞ്ഞാൽ. അപ്പൊ ബുദ്ധിശക്തി കൂടും, നമ്മളുടെ ക്ലേശങ്ങളൊക്കെ പോകും. അതാണല്ലോ വേണ്ടത് പ്രധാനമായിട്ട്. ഇപ്പൊ കിട്ടുന്നില്ല അല്ല സ്ലൈഡ്, പ്രീവിയസ് ആങ്കർ മാനേജ്മെന്റ് കിട്ടുന്നില്ല. ഓക്കെ, അതിലുണ്ടായിരുന്നു. അപ്പോ യേശുദേവന്റെ എക്സാമ്പിൾ അതിലുണ്ട്, ആങ്കർ മാനേജ്മെന്റ്. ദേഷ്യം എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം. അപ്പൊ ദേഷ്യത്തിന് തിരിച്ച് ദേഷ്യം ആയിക്കഴിഞ്ഞാൽ വിഷമം. ഒരു ഉദാഹരണം പറഞ്ഞുതരാം, അഹങ്കാരത്തിനെ കൊണ്ട് എങ്ങനെ എവിടെ വരെ എത്തി എന്നുള്ളത്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നുള്ള കമ്പനി കേട്ടിട്ടുണ്ടോ? നമ്മൾ സോപ്പ് പൊടി എന്ത് സാധനം, മോഡേൺ ബ്രെഡ് വരെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയണ്ടാവില്ല ചിലപ്പോൾ. അവരെടുത്തു കുറെ കൊല്ലം മുമ്പ് ഇന്ത്യ വൈസ്. അവിടെ ബോംബെയിലെ ഒരു ഫാക്ടറിയില് 3 മാസം നീണ്ട ലോക്കൗട്ട് ഉണ്ടായത്. പണ്ട് ഒരു HR മാനേജർ ഞാൻ ഹിന്ദുസ്ഥാൻ പെട്രോളിൽ ചേർന്ന സമയത്ത് പറഞ്ഞ ഒരു കഥയാണ്. സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ വളരെ രസകരമാണ്. ലോക്കൗട്ടിന്റെ കാരണം ബാക്ക്വേർഡ് റിഗ്രഷൻ നടത്തി അനലൈസ് ചെയ്തപ്പോ കണ്ടുപിടിച്ചു റിയൽ റീസൺ അവിടെ ആ എംപ്ലോയീസും മാനേജറും തമ്മിൽ ഊക്കനടി, കയ്യാങ്കളിയല്ല, ഭയങ്കര ഒരു വാക്കേറ്റം. അതിനുശേഷം അവസാനം അത് ലോക്കൗട്ടിലേക്ക് പോയി. പിന്നെയാണ് ആരോ ആലോചിച്ചത് ഇതിന്റെ റിയൽ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഒരു ബാക്ക്വേർഡ് റിഗ്രഷൻ നടത്തിയപ്പോൾ കണ്ടുപിടിച്ചത് നോൺ മാനേജ്മെന്റ് ക്യാൻറ്റീനിലെ ഇഡ്ലിയുടെ സൈസ് ഇത്രയാണ്, മാനേജ്മെന്റ് ക്യാൻറ്റീനിലെ ഇഡ്ലിയുടെ സൈസ് ഇത്രയാണ്. ഇതായിരുന്നു കാരണം. ഇത് ഏതോ ഒരു ട്രേഡ് യൂണിയൻ ലീഡർ, ഒരു പണിയില്ലാത്ത കുറെ നേതാക്കന്മാരുണ്ടാവും, അവർക്ക് പണിയില്ലാത്തതുകൊണ്ടാണ് ഈ പല പ്രശ്നങ്ങളും നാട്ടിൽ നടക്കുന്നത്. അയാൾ കണ്ടുപിടിച്ചു മാനേജ്മെന്റ് ക്യാൻറ്റീനിലെ ഇഡ്ലിയുടെ വലിപ്പം കുറച്ച് കൂടുതലാണ്, ഞങ്ങൾക്ക് കുറച്ചുകൂടി ചെറുതാണ്, ഇത് ശരിയല്ല. അപ്പൊ ക്യാൻറ്റീൻ നടത്തുന്ന സൂപ്പർവൈസർ പറഞ്ഞു, മഹാരാഷ്ട്രയിലാണ്, അയാൾ അഹങ്കാരം സമ്മതിച്ചില്ല. ഒരു അതൊന്നും എനിക്കറിയില്ല, എനിക്ക് ഈ തട്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. അങ്ങനെ തുടങ്ങി അവസാനം കുറച്ചുകൂടി കലശലായിട്ടുള്ള വാക്കുവാദത്തിൽ പോയി. അവസാനത്തിൽ നോക്കൗട്ടിലേക്ക് പോയപ്പോ ബുദ്ധിയുള്ള ഓണേഴ്സ് ആലോചിച്ചത് എന്താ സംഭവം, തീരുന്നില്ലല്ലോ. അങ്ങനെ വന്നു നോക്കിയപ്പോൾ കണ്ടുപിടിച്ചത് ഇഡ്ലിയുടെ സൈസിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇനി ഭാരതത്തിലെ വലിയൊരു പ്രശ്നമായിരുന്നു സിഖ് കലാപം. എത്ര പേർക്ക് അറിയാമെന്നല്ല സിഖ് കലാപം കേട്ടിട്ടുണ്ടോ? ഇന്ത്യ ഓൾമോസ്റ്റ് രണ്ടാമതൊരു പുനർവിഭജനം നടത്തേണ്ടതിൽ ഒരു എത്തി. എത്രയോ നമ്മുടെ പ്രധാനമന്ത്രി ഒരാളുടെ ജീവനം കൊണ്ടുപോയി, ഇന്ദിരാഗാന്ധി. അതിനുശേഷം പഞ്ചാബിലും ഹരിയാനയിലായിട്ട് എത്രയോ ആൾക്കാർ മരിച്ചു തീവ്രവാദികളുടെ വെടിയേറ്റ്. ഈ കനിഷ്ക ബോംബാക്രമണം അതൊക്കെ അതിന്റെ ഭാഗമാണ്. അവസാനം ഗിൽ എന്ന് പറഞ്ഞ ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് വളരെ ടഫായിട്ടാണ് ഇതിനെ ഹാൻഡിൽ ചെയ്തത്. അതിനുശേഷം അത് നിന്നത്. പക്ഷെ ഈ പഞ്ചാബിലത്തെ ഈ പ്രശ്നം 80കളിൽ 79 തുടങ്ങുന്ന ഓർമ്മ. 79, 80, 81, 82, 84 അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിലേക്ക് ആർമി കടന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്ദിരാഗാന്ധി വെടികൊണ്ട് മരിച്ചു. അപ്പൊ ഇതിന്റെ തുടക്കം പോയി നോക്കിയപ്പോ തുടങ്ങിയത് ബഹുരസാണ്. വെള്ളത്തിന്റെ അളവിലുള്ള പ്രശ്നത്തിനാണ് തുടങ്ങിയത്. പഞ്ചാബും ഹരിയാനയും തമ്മിൽ റിവർ വാട്ടർ ഷെയറിങ്ങിന്റെ ആ ഡിസ്പ്യൂട്ടിലാണ് പഞ്ചാബ് പ്രശ്നം തുടങ്ങിയത്. പക്ഷെ എവിടെ എത്തി? രാജ്യം 2 കഷ്ണാവുന്ന സ്ഥിതിയിലേക്ക് പോയി. എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു. ഇതെല്ലാം അഹങ്കാരമാണ് കാരണം. ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെങ്കിൽ, ഒരു സോറി എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കണം, എന്റെ തെറ്റാണ്. പല മഹത് വ്യക്തികളും തെറ്റ് സ്വയം ഏറ്റെടുക്കാറുണ്ട്.
ക്ഷമിക്കണം, അതെന്റെ തെറ്റാണ്. അവരെ തെറ്റായിരിക്കില്ല. പക്ഷെ വലിയൊരു ഭൂകമ്പം ഒഴിവാക്കാൻ വേണ്ടി അവർ പറയും അതെന്റെ തെറ്റാണ്, ക്ഷമിക്കുക. അപ്പൊ ആ കുറ്റം ആരോപിച്ച വ്യക്തിക്ക് പോലും ലജ്ജ തോന്നും. അയ്യോ, ഈ വ്യക്തിയാണ് തെറ്റ് ഏറ്റെടുക്കുന്നത്, ശരിക്കും അതല്ല എന്റെ സത്യം, എന്റെ തെറ്റാണ്. അവര് സോറി പറയും. പല പല വലിയ പ്രശ്നങ്ങളും, ഭൂകമ്പ പ്രശ്നങ്ങളും ഒരു ചെറിയ ആത്മാർത്ഥമായിട്ടുള്ള ക്ഷമിക്കണം എന്റെ തെറ്റാണെന്ന് പറയുമ്പോൾ ആ തെറ്റ് സമ്മതിച്ചു കഴിഞ്ഞാൽ അത് വേറെ വഴിക്ക് പോകുന്നതാണ്. ഇതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാടുണ്ട്. പക്ഷെ എല്ലാവരും കുത്തി ഇതിൽ പറയുന്ന ആൾക്ക് ഇങ്ങനെ ഹരകരമായിട്ട് പോകുന്നുണ്ടോ, പക്ഷെ കേൾക്കുന്നവർക്ക് എല്ലാവരും അത്രയും ഹൃദ്യമായിരിക്കണം എന്നില്ല. കുട്ടികൾക്ക് പ്രത്യേകിച്ചു ഇതൊന്നും നിർത്തി കിട്ടിയാൽ തിരക്കില്ല എന്ന് പല കുട്ടികളും വിചാരിക്കുന്നുണ്ടാവും. അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്ട്സ് അതാണ്, അഹങ്കാരത്തിന് താഴെ കൊണ്ടുവരിക. ഈ നമസ്കരിക്കുന്നതിന്റെ പ്രാധാന്യം ഉണ്ട്, അതുകൂടി പറഞ്ഞു നിർത്താം. മുഖം നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോ ഒരു തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകിയാൽ ഒരു 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 ആശ്വാസം കിട്ടാറില്ല. എന്താ കാരണം? ഈ സട്ടിൽ ബോഡി മാസ്, മനസ്സിന്റെ അതിലേക്ക് പോകുന്ന ആ ഘടകങ്ങൾക്ക് ഈ മുഖത്തുമായിട്ട് വലിയ കണക്ഷൻ ഉണ്ട്. 6 മാസം ജപിക്കുന്ന ആളും പ്രതിബിംബങ്ങളാണ് ഈ ഗോപികമാര്. ശോഭ പ്രത്യേകിച്ചും ആ ശോഭ വിഷ്ണു ഭക്തന്മാർക്കാണ് ഇത്ര കൊടുക്കുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതേപോലെ അഹങ്കാരം പോകാനുള്ള ഒരു വഴിയാണ് നമസ്കാരം. അറിഞ്ഞോ അറിയാതെയോ ചില മതങ്ങളിൽ അത് നമസ്കാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ഭഗവാന്റെ ആ ആധിപത്യം മനസ്സിലാക്കി, ഭഗവാന്റെ സുപ്രീമസി അല്ലെങ്കിൽ ഉന്നത അവസ്ഥ മനസ്സിലാക്കി ഭഗവാന്റെ മുമ്പിൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ ഈ അഹങ്കാരം ഇരിക്കുന്ന ഈ ഭാഗമാണ് ഭൂമി തട്ടുന്നത്. അഹങ്കാരം എർത്തിയത് പോവാണ്. ഇലക്ട്രിസിറ്റി കാണാൻ എർത്തടിക്കും, എക്സ്ട്രാ ഇത് പോകുന്ന പോലെ. അതേപോലെ അഹങ്കാരം എർത്തിയത് പോവാണ് നമ്മൾ നമസ്കരിക്കും. അവിടെ ഒരിക്കലും ക്ഷേത്രങ്ങളിലെ ഭഗവാന്റെ വിഗ്രഹത്തിന് മുമ്പിൽ നമസ്കരിക്കാൻ മടി കാണിക്കരുത്. എത്രയോ ആൾക്കാർ ഞാൻ സത്സംഗത്തിന് കൂട്ടിക്കൊണ്ട്, ചില ആൾക്കാർ വലിയ ഉന്നത വിദ്യാഭ്യാസക്കാരൊക്കെയാണ്, നമസ്കരിക്കട്ടെ, നമസ്കരിക്കാം, നമസ്കരിക്കില്ലല്ലോ, ഒന്ന് നമസ്കരിച്ചോളും, നമസ്കരിക്കാം. ഇങ്ങനെ നോക്കും, കൃഷ്ണൻ ഓക്കെ ആണോ അല്ലയോ? ഒരു ക്രിട്ടിക്കൽ റിവ്യൂ ഓഫ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഞാൻ PhD എടുത്ത ആളാണ്, എന്റെ മുമ്പിൽ നിൽക്കാൻ കൃഷ്ണന് യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ ഞാൻ നിന്നോളൂ. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന ആൾക്കാരെ കണ്ടു. നോ, വി ഷുഡ് നോട്ട് എന്ന് വെച്ചിട്ട് നിലം മുഴുവൻ ചളി അവിടെ പോയിട്ട് നേരെ കൃഷ്ണന്റെ വിഗ്രഹം ജാഥ പോകുന്നുണ്ട്, കൃഷ്ണന്റെ വിഗ്രഹമായിട്ട് വളരെ നമസ്കരിക്കണം എന്ന് ഞാൻ പറയില്ല. അത് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യണം. വി ഹാവ് ടു കീപ് ക്ലീൻ. അമ്പലത്തിന് ക്ഷേത്രം നല്ലതാണ്, പ്രതിഷ്ഠ. അപ്പൊ അത് നോക്കി. പിന്നെ മായാപ്പൂർ പോയപ്പോഴാണ് കണ്ടത്, സന്യാസിമാര് വരുമ്പോ എല്ലാരും ഇങ്ങനെ ബുള്ളറ്റുമാര് നമസ്കരിക്കുന്ന കാണാം. പറയുന്നതിന് വിരോധം വരുന്നത്. ഈ യമുനയുടെ കരയിൽ ഒരു പ്രാവശ്യം മലമൂത്ര വിസർജനം നടത്തുന്ന സ്ഥലവും ഞാൻ കണ്ടിരുന്നു. അവിടെയും നമസ്കരിക്കാൻ തുടങ്ങിയ ആൾക്കാർ ഞാൻ കണ്ടതാണ്. ഞാൻ പറഞ്ഞത് പറയുന്നത് റെക്കോർഡ് ചെയ്യുന്നത് എനിക്ക് പേടിയുണ്ട് ഇവരോട് എത്തിപ്പോകുന്നത്. പക്ഷെ നമ്മൾ നോക്കണം, നമ്മൾ ശുചിത്വം കൂടി പാലിക്കണം. ശുചിത്വം കൂടി ആവശ്യമാണ്. നമസ്കരിക്കുന്ന സ്ഥലം ശുചിത്വം ഉള്ളതും കൂടി നോക്കണം. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.